നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സോ വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേപ്പർ 2-ലെ പബ്ലിക് എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പബ്ലിക് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ 6ാമത്തെ യൂണിറ്റ് ആണ്. എന്നാൽ കൂടുതൽ നമുക്ക് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൺസിസ്റ്റന്റ് ആയ രീതിയിൽ ഒരു 8 അല്ലെങ്കിൽ 10, 12 വരെയൊക്കെ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് പബ്ലിക് എക്കണോമിക്സ്. നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ, അതായത് കറന്റ് ഗവൺമെന്റ് സൈഡിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും നമുക്ക് ഈ തിയറികളൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയ കൂടിയാണ്. അതേപോലെ തന്നെ അത്ര വലിയൊരു സിലബസ് ഒന്നുമല്ല. നമുക്ക് അധികം സമയം എടുക്കാതെ കവർ ചെയ്യാൻ കഴിയുന്ന, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ് പബ്ലിക് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷന്റെ ഒരു ജേണിയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതും നമ്മൾ നിർബന്ധമായിട്ടും കവർ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു ഏരിയ ആണ് പബ്ലിക് എക്കണോമിക്സ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമിന് 5 ദിവസമാണ് ഇനി ബാക്കിയുള്ളത്. സോ നമ്മൾ എന്തായാലും ഒരു കംപ്ലീറ്റ് റിവിഷൻ എന്നതിനേക്കാളും നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയകൾ ഒന്ന് ഡിസ്കസ് ചെയ്യുക, അതേ ബന്ധപ്പെട്ടുള്ള PYQs ഡിസ്കസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, സോ കമ്മിങ് ടു ദ സിലബസ്, ഇതാണ് പബ്ലിക് എക്കണോമിക്സിന്റെ സിലബസ് എന്ന് പറയുന്നത്. ഇൻ ദ ബിഗിനിങ്, മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് റെമഡിയൽ മെഷേഴ്സ് ആണ് നമ്മൾ തുടക്കത്തിലുള്ളത്. സോ മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പബ്ലിക് ഗുഡ്സിന്റെ കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത്. പബ്ലിക് ഗുഡ്സ്, അസിമെട്രിക് ഇൻഫർമേഷൻ, അതിലുള്ള ഇൻവേഴ്സ് സെലക്ഷൻ, മോറൽ ഹസാർഡ്, അതേപോലെ പബ്ലിക് ഗുഡ്സ് വേഴ്സസ് പ്രൈവറ്റ്, ക്ലബ് ഗുഡ്സ്, കോമൺ പ്രോപ്പർട്ടി, എക്സ്റ്റേണാലിറ്റികൾ, പേഴ്സ് തിയറം, പ്രോപ്പർട്ടി റൈറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ഒന്നാമത്തെ ഇതിൽ വരുന്നത്. ഇതിൽ കൂടുതലായി ചോദിക്കുന്നത് ഇപ്പം പേഴ്സ് തിയറം കൂടുതലായി ചോദിക്കാറുണ്ട്, സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട്. എക്സ്റ്റേണാലിറ്റി റിലേറ്റഡ് ചോദ്യങ്ങൾ വരാറുണ്ട്. ദെൻ റെഗുലേഷൻ ഓഫ് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുക, അതിലുള്ള കൺസ്യൂമർ വെൽഫെയർ അണ്ടർ മാർക്കറ്റ് ഡിസ്ട്രോഷൻസ് കാര്യങ്ങളൊക്കെയാണ്. ദെൻ പബ്ലിക് റവന്യൂ, ഗവൺമെന്റിന്റെ വരുമാനം എങ്ങനെയാണ്, അതിന്റെ ടാക്സേഷൻ, ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ, അതേപോലെ ഡയറക്റ്റ് ടാക്സ്, നോൺ ഇൻഡയറക്റ്റ് ടാക്സുകൾ, പ്രോഗ്രസീവ് ടാക്സ്, റിഗ്രസീവ് ടാക്സുകൾ ആൻഡ് പ്രൊപ്പോർഷനറ്റ് ടാക്സേഷൻ മെത്തേഡുകൾ, ക്ലാസിഫിക്കേഷൻസ്, അതേപോലെ ടാക്സ് അതായത് ആഫ്റ്റർ ഓൾ ഒരു ടാക്സിന്റെ ഇതിന്റെ ഭാരം ആരാണ്, ഇമ്പാക്ട് വേഴ്സസ് ഇൻസിഡൻസ്, അതിന് ഇമ്പാക്ട് ആരുടെ മേലാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അത് കൺസ്യൂമർ ആണോ ചുമക്കുന്നത്, അല്ലെങ്കിൽ അത് സെല്ലേഴ്സ് ആണോ പ്രൊഡ്യൂസേഴ്സ് ആണോ ചുമക്കുന്നത് എന്നുള്ളതാണ് ടാക്സ് ഇൻസിഡൻസിൽ പറയുന്നത്. ടാക്സസ്, അതേപോലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഡെഡ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ടാക്സ്, ബുയൻസി ഓഫ് ടാക്സസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ. ദെൻ കംസ് പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ ചെലവുകൾ. അവിടെ കുറച്ച് തിയറികൾ പറയുന്നുണ്ട്. വാഗ്നസ് ലോ പറയുന്നുണ്ട്. ദെൻ പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തിസിസ് പറയുന്നുണ്ട്. ഇതൊക്കെ ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ് പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തിസിസ്. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, കോൺസെൻട്രേഷൻ, ഇൻസ്പെക്ഷൻ എഫക്റ്റുകൾ, അതേപോലെ പ്യൂർ തിയറികൾ, സാമുവൽസൺ തുടങ്ങിയ ആളുകളുടെ പ്യൂർ തിയറികൾ കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ദെൻ കംസ് പബ്ലിക് ഡെപ്റ്റ്, ഗവൺമെന്റിന്റെ കടം, പൊതുകടം, ഓഫ് പബ്ലിക് ഡെപ്റ്റ്, ക്ലാസിക്കൽ കനീഷൻ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ ബജറ്റ് റിലേറ്റഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫിസിക്കൽ ഫെഡറലിസം റിലേറ്റഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. FRBM ആക്ട് വരുന്നുണ്ട്. FRBM ആക്ട് കൂടുതലായി ചോദിച്ചു വരുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഫിനാൻസ് കമ്മീഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കംപ്ലീറ്റ് ഒരു സ്റ്റഡി, ഓരോ ടോപ്പിക്കും നമ്മൾ വിശദമായി പഠിക്കുക എന്നതിന് അല്ല.
നമ്മുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എക്സാമിന് കൂടുതൽ മാർക്ക് വാങ്ങാന്നുള്ളതാണ്. സോ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകൾ അത് കവർ ചെയ്യുക, അതേ ബന്ധപ്പെട്ട PYQs ഡിസ്കസ് ചെയ്യുക, അത് റിലേറ്റഡ് കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ടോപ്പിക്കിന്റെ പ്രത്യേകത സ്റ്റാറ്റിക് ടോപ്പിക്കുകളുണ്ട്, ഡൈനാമിക് ടോപ്പിക്കുകളുണ്ട്. എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ടോപ്പിക് എന്ന് പറയുമ്പോൾ അത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ലിറ്ററേച്ചർ നമ്മുടെ മുമ്പിലുണ്ട്. ഡൈനാമിക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം ബജറ്റ് റിലേറ്റഡ് കാര്യങ്ങൾ, സർവേസ് റിലേറ്റഡ് കാര്യങ്ങൾ, ഫിനാൻസ് കമ്മീഷൻ, GST പോലുള്ള റീസെന്റ് ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന പോളിസി റിലേറ്റഡ് കാര്യങ്ങളും ഇതിൽ ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബോത്ത് തിങ്സ് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കവർ ചെയ്യണം, ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ പൊതുവെ ഉണ്ടായിട്ടുള്ള നെറ്റിൽ ഉണ്ടായിട്ടുള്ള സ്ട്രക്ചറൽ ചേഞ്ച് ഇവിടെയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഡയറക്റ്റ് സെന്റൻസ് തന്നിട്ടുള്ള 4 MCQ എന്ന രീതിയിൽ ചോദ്യങ്ങൾ ഇപ്പോൾ കൂടുതലായി കണ്ടുവരാറില്ല. ഇപ്പൊ കൂടുതൽ ചോദിക്കുന്നത് അസേഷൻ റീസൺ എന്നുള്ള ടൈപ്പിലുള്ള ചോദ്യങ്ങൾ, അതേപോലെ ക്രോണോളജി, ഇപ്പം പോളിസീസ് അല്ലെങ്കിൽ ടാക്സുമായി ബന്ധപ്പെട്ടുള്ള ഡിഫറെന്റ് ഡെവലപ്മെന്റുകൾ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രോണോളജി ചോദിക്കും, അതിന്റെ വർഷം റിലേറ്റഡ് കാര്യങ്ങൾ. അതേപോലെ മാച്ചിങ് ഡിഫറെന്റ് ആളുകൾ, ഡിഫറെന്റ് തിയറികൾ, ഡിഫറെന്റ് തിയറികൾ പ്രപ്പോസ് ചെയ്ത ആളുകളുടെ പേരിൽ അതിൽ ഡിഫറെന്റ് തിയറിയിലെ മെയിൻ മെക്കാനിസം എന്താണെന്നുള്ള രീതിയിൽ മാച്ചിങ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇത് നമ്മൾ പൊതുവെ നമ്മൾ എല്ലാ ടോപ്പിക്കിലും പറയുന്നതാണ്, അതൊന്ന് മനസ്സിൽ വെക്കാം. അപ്പോൾ ഓരോന്ന് പഠിക്കുമ്പോഴും ആ രീതിയിൽ ക്ലാരിറ്റി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. റീസെന്റ് ആയിട്ടുള്ള ഫിനാൻസ് കമ്മീഷൻ, അതിന്റെ വെയിറ്റേജുകൾ, കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുക. അസമെട്രിക് ഇൻഫോർമേഷൻ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ടാക്സേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ, റാംസി പ്രൈസിംഗ് ഫോർമുല, ഇങ്ങനെയുള്ള ഫോർമുലകളും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ കുറച്ച് അപ്ലൈഡ് ലെവലിൽ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ തിയറീസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ചോദിക്കാറുണ്ട്. പബ്ലിക് ഗുഡ്സ് അലൊക്കേഷൻ, പ്രോപ്പർട്ടി റൈറ്റ്, ലിൻഡൽസ് ഇക്വിലിബ്രിയം തുടങ്ങിയ കാര്യങ്ങൾ കൂടുതലായിട്ട് ചോദിച്ചു വരാറുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. സോ ലെറ്റ്സ് ബിഗിൻ the class or the core things. So നമ്മൾ തിയറി ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള PYQs നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. എന്തുകൊണ്ട് ഈ ആൻസർ, എന്തുകൊണ്ട് മറ്റുള്ള ആൻസറുകൾ വന്നില്ല എന്ന രീതിയിൽ ബാക്കിയുള്ള ഓപ്ഷനുകളെയും കൂടി നമ്മൾ പരിശോധിക്കുന്നു. ഈ രീതിയിലാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ ടു ബിഗിൻ വിത്ത് അസിമെട്രിക് ഇൻഫോർമേഷൻ. അസിമെട്രിക് ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്താ അസിമെട്രിക് ഇൻഫോർമേഷൻ? അത് ഇൻഫോർമേഷൻ ഉണ്ടാകുമ്പോഴാണ് അസിമെട്രിക് ഇൻഫോർമേഷൻ എന്ന് പറയാം. സിമെട്രിക് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ, അത് എല്ലാവർക്കും എല്ലാ ഇൻഫോർമേഷൻ ഉണ്ടാവാന്നുള്ളതാണ്. അപ്പോൾ അസിമെട്രിക് ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇൻഫോർമേഷൻ ഉണ്ടാവും, ചില ആളുകൾക്ക് ഇൻഫോർമേഷൻ ഉണ്ടാവില്ല, അല്ലെ പൂർണ്ണമായിട്ടുള്ള ഇൻഫോർമേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ഫിനോമിന, അഡ്വേഴ്സ് സെലക്ഷൻ ആൻഡ് മോറൽ ഹസാർഡ്, ഇതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് ക്വസ്റ്റ്യനിൽ കണ്ടു വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കി വെക്കാം. ഇത് രണ്ടും പരസ്പരം മാറിപ്പോകാത്ത രീതിയിൽ നമ്മൾ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. സെലക്ഷൻ ആണ്. അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് പ്രീ കോൺട്രാക്ച്വൽ ആണ്. ഓക്കെ, ഈ ഒരു കാര്യം ഓർമ്മിച്ച് വെക്കുക. അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് പ്രീ കോൺട്രാക്ച്വൽ, ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉണ്ടാകുന്നതാണ് അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി മോറൽ ഹസാർഡ് എന്ന് പറയുന്നത് പോസ്റ്റ് കോൺട്രാക്ട് ആണ്, ഒരു കോൺട്രാക്ടിന് ശേഷം ഉണ്ടാകുന്ന കാര്യമാണ് മോറൽ ഹസാർഡ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ കോൺട്രാക്ടിന് മുമ്പുള്ളതാണ്, മോറൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ കോൺട്രാക്ടിന് ശേഷമുള്ളതാണെന്നുള്ളത്. അപ്പൊ ചില ക്വസ്റ്റ്യനുകളിൽ നമുക്ക് ഓപ്ഷനുകളിലേക്ക് എത്താനൊക്കെ കഴിയും, എലിമിനേഷൻ ഒക്കെ ചെയ്തിട്ട് ഓപ്ഷനിലേക്ക് എത്താനൊക്കെ കഴിയും എന്നുള്ളതാണ്. സോ അഡ്വേഴ്സ് സെലക്ഷൻ എന്താന്ന് പറയാം. അഡ്വേഴ്സ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിലേക്ക് പോവാണ്. ആ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഇല്ല. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഇമാജിൻ ചെയ്യും, അല്ലെ നമ്മൾ സപ്പോസ് നമ്മൾ വിചാരിക്കും ആ മാർക്കറ്റിലുള്ളതൊക്കെ അത്ര നല്ലതായിരിക്കില്ല, മോശമാണ്. നമ്മൾ ഒരു സേഫ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഒരു ഇമാജിൻ ചെയ്യും, അല്ലെ നമ്മൾ ആ രീതിയിൽ സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ മാർക്കറ്റിലുള്ള ക്വാളിറ്റിയുള്ള ഗുഡ്സുകൾ എന്ത് ചെയ്യും, മാർക്കറ്റിന് പുറത്തേക്ക് തള്ളപ്പെടും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു യൂസ്ഡ് കാർ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു കാറിന്റെ വില എങ്ങനെ ഇടുക? ആ കാറ് ഒരു ആവറേജ് നമ്മൾ എങ്ങനെ പറയാം, യൂസ്ഡ് കാറാണ്, മോശമായിരിക്കും എന്ന രീതിയിലായിരിക്കും നമ്മൾ കാറിന്റെ വാല്യൂ ഇടാം. പക്ഷെ ആ കാറിൽ ആ മാർക്കറ്റിൽ റെയർ ആയിട്ട് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള കാറുകൾ ഉണ്ടാവും.
പക്ഷെ ആ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമുക്ക് ആ പ്രൈസ് കിട്ടണമെന്നില്ല. കാരണം നമ്മുടെ മാർക്കറ്റിന്റെ പ്രൈസ് ഏത് ഏത് രീതിയിലാണ് സെറ്റാക്കി, മോശം കാറുകളുടെ ഒരു ആവറേജ് എന്ന രീതിയിലായിരിക്കും മാർക്കറ്റിൽ റേറ്റ് ഉണ്ടാവുക. അപ്പൊ നല്ല കാറ് നല്ല വില കിട്ടണം എന്ന് പറഞ്ഞ് മാർക്കറ്റിലേക്ക് പോയാൽ കാര്യം ഉണ്ടാവില്ല. സോ ആ മാർക്കറ്റിന് എന്ത് ചെയ്യും, നല്ല ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ പുറന്തള്ളപ്പെടും എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ അഡ്വൈസ് സെലക്ഷൻ എന്ന് പറയാം. സോ ഇത് സംഭവിക്കുക കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന് മുമ്പ് നടക്കുന്ന കാര്യമാണ്. അപ്പോ ഇതിലുള്ള ഒരു തിയറിയാണ് ജോർജ് അക്കർലോഫ്സ് മാർക്കറ്റ് ഫോർ ലെമൺസ് എന്നുള്ളത്. ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ സംഭവം എന്താന്ന് പറഞ്ഞാൽ, ഒരു മാർക്കറ്റിൽ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാവും ക്വാളിറ്റി. അപ്പോ ഇദ്ദേഹം വിളിക്കുന്നത് ക്വാളിറ്റി ഉള്ള ഒന്നിന് പീച്ച് എന്നും ക്വാളിറ്റി ഇല്ലാത്ത ഒന്നിന് ലെമൺ എന്ന് പറയും. അപ്പോ മാർക്കറ്റിന്റെ ആവറേജ് പ്രൈസ് സെറ്റ് ആക്കിയിട്ടുണ്ടാവുക ക്വാളിറ്റി ഇല്ലാത്തതിന്റെ ആവറേജ് പ്രൈസിന്റെ ആവറേജ് എന്ന രീതിയിലായിരിക്കും. അതായത് ഒരു മാർക്കറ്റിൽ പീച്ചുകളുണ്ട്, ലെമൺസും ഉണ്ട്. പീച്ച് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഉള്ളതാണ്, ലെമൺസ് പറയുമ്പോൾ ക്വാളിറ്റി ഇല്ലാത്തതാണ്. അപ്പോൾ ആ മാർക്കറ്റിന്റെ പ്രൈസ് സെറ്റ് ആക്കിയിട്ടുണ്ടാകുന്നത് ക്വാളിറ്റി ഇല്ലാത്ത ലെമൺസിന്റെ ഒരു ആവറേജ് പ്രൈസ് എന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഈ പീച്ചിന്റെ ഓണേഴ്സ് എന്ത് ചെയ്യും, പീച്ചിന് അവരുദ്ദേശിക്കുന്ന വാല്യൂ കിട്ടുന്നില്ല, അപ്പൊ മാർക്കറ്റ് ഡ്രോ ചെയ്യും. അങ്ങനെ മാർക്കറ്റിൽ ആര് മാത്രം ബാക്കിയാവും, ലെമൺസ് മാത്രം റിമെയിൻ ചെയ്യും, ബാക്കിയാവും എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് ഫോർ ലെമൺസ് എന്ന് ഈ ഒരു ഫിനോമിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മിക്കുക. അഡ്വൈസ് സെലക്ഷൻ എന്ന് പറയുന്നത് പ്രീ കോൺട്രാക്ച്വൽ ആണ്. ഒരു കോൺട്രാക്ട് വരുന്നതിന് മുമ്പ് നടക്കുന്ന കാര്യമാണ്. ഇതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ഗുഡ്സുകൾ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ഇൻഡിവിജ്വൽസ് ആർ ഡ്രിവൺ ഔട്ട് ഓഫ് ദ മാർക്കറ്റ് ബിക്കോസ് ദ അൺഇൻഫോംഡ് പാർട്ടി ബേസസ് ദർ പ്രൈസസ് ഓൺ ദ ആവറേജ് ക്വാളിറ്റി ഓഫ് ദ മാർക്കറ്റ്. കാരണം അത് ഇതിൽ പറയുന്നത് ഹൈ ക്വാളിറ്റി മാർക്കറ്റിന്റെ പുറത്തേക്ക് ഡ്രിവൺ ഔട്ട് ഓഫ് ദ മാർക്കറ്റിന്റെ പുറത്തേക്ക് പുറന്തള്ളപ്പെടും. കാരണം അൺഇൻഫോംഡ് പാർട്ടിയുടെ പ്രൈസ് സെറ്റിംഗ് എങ്ങനെയായിരിക്കും, അത് മാർക്കറ്റിന്റെ ഒരു ആവറേജ് ക്വാളിറ്റിയുടെ ബേസിലായിരിക്കും. അപ്പൊ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾക്ക് മാർക്കറ്റിൽ ഒരു അഡീഷണൽ വാല്യൂ ഒന്നും കിട്ടില്ല. അപ്പൊ അവർ മാർക്കറ്റിന്റെ പുറത്തേക്ക് പുറന്തള്ളപ്പെടും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതുപോലെ മാർക്കറ്റ് ഫോർ ലെമൺസ് എന്നുള്ള കോൺസെപ്റ്റും അത് ജോർജ് അക്കർലോഫ് എന്ന് പറയുന്ന വ്യക്തിയെ ഓർമ്മിച്ച് വെക്കുക. അപ്പൊ ഇതിന്റെ റെമഡി എന്ന് പറയുന്നത് സിഗ്നലിംഗ് സ്ക്രീനിങ്, അതായത് നമ്മൾ ഓരോ വസ്തുവിനെ പറ്റിയിട്ട് പഠിക്കുക, അതേപോലെ സ്ക്രീനിങ് ചെയ്യുക, അതേപോലെ ഇപ്പം ഫോർമൽ ഡിഗ്രി ടൈപ്പ് അല്ലെങ്കിൽ ലാബലിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ റെമഡീസ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, മോറൽ ഹസാർഡ്. മോറൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ അഡ്വൈസ് സെലക്ഷന്റെ നേരെ എന്താ പറയുക ഓപ്പോസിറ്റ് എന്ന് പറയുന്ന രീതിയിലാണ്. മോറൽ ഹസാർഡ് പോസ്റ്റ് കോൺട്രാക്ച്വൽ ആണ്, ഓപ്പോസിറ്റ് അല്ല, പോസ്റ്റ് കോൺട്രാക്ച്വൽ ആണ്. ഒരു കോൺട്രാക്റ്റിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ് മോറൽ ഹസാർഡ് എന്ന് പറയാം. മോറൽ ഹസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞു, ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ബിഹേവിയറൽ ചേഞ്ചുകൾ, ഇതിനാണ് മോറൽ ഹസാർഡ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു കോൺട്രാക്ട് ആയി ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞു, അപ്പോൾ എനിക്ക് എന്ത് അസുഖം വന്നാലും കമ്പനി പേ ചെയ്യും എന്നൊരു ഇൻഷുറൻസ് നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടി റിസ്കി ആയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം എനിക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ വണ്ടിക്ക് ഒരു ഇൻഷുറൻസ് ഉണ്ട്, എന്ത് സംഭവിച്ചാലും മാറിക്കിട്ടും, ബമ്പർ ടു ബമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തട്ടിയാലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്താ, തട്ടിയാലും വണ്ടി ഇൻഷുറൻസ് മാറ്റിക്കിട്ടും. കോൺട്രാക്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് അവിടെ കുറഞ്ഞു. ഇനി സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് റിസ്ക് ആർക്കാണ്, അത് ഓപ്പോസിറ്റ് പാർട്ടിക്കാണ്. ആരാണോ കോൺട്രാക്ട് ഇൻഷുറൻസ് തന്നത് അവർക്കാണ് ഇതിന്റെ റിസ്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ റിസ്ക് കുറയുന്ന സമയത്ത് നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ച് ഇനിയാണ് നമ്മൾ മോറൽ ഹസാർഡ് എന്ന് പറയാം. സോ മോറൽ ഹസാർഡ് പോസ്റ്റ് കോൺട്രാക്ച്വൽ ആണ്. ഇത് സംഭവിക്കുന്നത് കോൺട്രാക്ട് സൈൻ ചെയ്തതിന് ശേഷമാണ് സംഭവിക്കുന്നത്. അതേപോലെ ഇതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾ ഉണ്ടാവും, എപ്പാണ് ചേഞ്ച് ഉണ്ടാവുക, അതിൽ ഒരു കോൺട്രാക്ടിന് ശേഷമാണ്. ബിക്കോസ് അയാളുടെ റിസ്ക് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റിസ്ക് ആർക്കാണ്, വൺ ബൈ അനദർ പാർട്ടി, വേറെ ആൾക്കാണ് ഇപ്പോൾ റിസ്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ ബിഹേവിയറിൽ മാറ്റം ഉണ്ടാവും. ഇതിനാണ് നമ്മൾ മോറൽ ഹസാർഡ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ റെമഡി എന്താ, ഇതിനെന്തായിരിക്കും ഒരു സൊല്യൂഷൻ? ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റബിൾസ് ഉണ്ടാവുക, കോ പേയ്മെന്റ്സ് ഉണ്ടാവുക, പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെന്റീവ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ബൈക്കിന് ഇൻഷുറൻസ് എടുത്തു, അപ്പോ വണ്ടി തട്ടിയാലും കുഴപ്പമൊന്നുമില്ല, ഇൻഷുറൻസ് കമ്പനി പേ, നമ്മുടെ ബിഹേവിയറിൽ മാറ്റം ഉണ്ടാവല്ലോ. ഇതിനാണ് മോറൽ ഹസാർഡ് എന്ന് പറയുന്നത്. നമുക്ക് തട്ടാൻ വലിയ മടിയൊന്നും ഉണ്ടാവില്ല, വെറുതെ കൊണ്ടുപോയിട്ട് റിസ്ക് ഒക്കെ എടുക്കും, അറിയാത്ത ആൾക്കൊണ്ട് ഓടിക്കാൻ കൊടുക്കും. കാരണം അത് വീണാൽ കുഴപ്പമില്ല, മാറ്റി കിട്ടും. അപ്പോൾ ബിഹേവിയറിൽ മാറ്റം വരുന്നതാണ് മോറൽ ഹസാർഡ്. പിന്നെ റെമഡി എന്ന് പറയുന്നത്, നിങ്ങളുടെ വണ്ടി തട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് അടുത്ത വർഷം ഇൻഷുറൻസിൽ 10% ഓഫർ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, പരമാവധി ക്ലെയിമിന് കയറ്റാതിരിക്കാം, കാരണം എനിക്ക് ക്ലെയിമിന് കയറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത വർഷം ഡിഡക്റ്റബിലിറ്റീസ് ഉണ്ടാവും, എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ കോ പേയ്മെന്റ്സ്, ഇപ്പം കയറ്റാണെങ്കിൽ 2000 രൂപ നിങ്ങൾ അടക്കണം, ബാക്കി ഞങ്ങൾ അടക്കും എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കും? ഇപ്പം ക്ലെയിമിന് കയറ്റി കഴിഞ്ഞാലും 2000 എന്റെ കയ്യിൽ നിന്ന് പോകും, കോ പേയ്മെന്റ് ആണ്, കുറച്ച് ഞാനും ബാക്കി കമ്പനിയും. അപ്പോ 2000 വെറുതെ കളയണോ എന്ന് വിചാരിച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല, അതാണ് കോ പേയ്മെന്റ് എന്ന് പറയാം. അത് പ്രാക്ടിക്കലി നമ്മൾ കാണുന്ന കാര്യമാണ്. ഇപ്പം ഇൻഷുറൻസ് കമ്പനികളിൽ പോവാണെങ്കിൽ നമ്മുടെ വണ്ടി കയറ്റി കഴിഞ്ഞാൽ ഒരു ചാർജ് നമ്മൾ ഈടാക്കും. ആ ചാർജ് ഈടാക്കുന്നത് കൊണ്ട് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ മടിയായിരിക്കും. ഒരു 2000 രൂപ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 1500 രൂപയുടെ ക്ലെയിം കയറ്റൂല, അത് 2000 കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെന്റീവ് ഒക്കെയാണ് ഇതിന്റെ റെമഡി എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ മോറൽ ഹസാർഡ് എന്ന് പറയാം. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. അതിന് നെക്സ്റ്റ് വൺ, ഓക്കെ, ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ, the problem of adverse selection arises primarily due to. ആൻസർ പറയും. സി. ഓക്കെ, സി ആണ് ഇതിന് ആൻസർ പറയുന്നത്. യെസ്, ഓക്കെ. സോ സി ആണ് ഇതിന്റെ ആൻസർ. നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് കാര്യം ബിഫോർ കോൺട്രാക്ട് ആണ്, ഓർമ്മിക്കുക. ബിഫോർ കോൺട്രാക്ട് ആകുമ്പോഴാണ് അഡ്വേഴ്സ് സെലക്ഷൻ വരിക. ആഫ്റ്റർ കോൺട്രാക്ട് ആകുമ്പോൾ മോറൽ ഹസാർഡ്. അതേപോലെ നേരത്തെ പറഞ്ഞു, ഇത് അസിമെട്രിക് ഇൻഫോർമേഷൻ ആണ്, എല്ലാവർക്കും ഇൻഫോർമേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. എല്ലാവർക്കും ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാര്യം സംഭവിക്കുന്നില്ല. എല്ലാവർക്കും വണ്ടിയെ പറ്റി അറിയെങ്കിൽ അതിൽ പ്രൈസിംഗിൽ പ്രശ്നം വരുന്നില്ല, വണ്ടിയുടെ എല്ലാ മോശം എല്ലാ നന്മ അറിയെങ്കിൽ പ്രശ്നം വരുന്നില്ല. അപ്പൊ അസിമെട്രിക് ഇൻഫോർമേഷൻ വരുമ്പോൾ മാത്രമാണ് ഇത് പ്രശ്നം വരുന്നത്. സോ അസിമെട്രിക് ഇൻഫോർമേഷൻ ബിഫോർ എ കോൺട്രാക്ട് ഈസ് സൈൻ, രണ്ടിന്റെ ആൻസർ വരുന്നത്. ഗുഡ്. നെക്സ്റ്റ് വൺ, asymmetric information causes market failure because എന്തുകൊണ്ടാ മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട് അസിമെട്രിക് ഇൻഫോർമേഷൻ ഉണ്ടാകുമ്പോൾ? കാരണം ഓപ്ഷൻ ബി ആണ് പറയുന്നത്. യെസ്, ബി എന്താ നോക്കാം. ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഡ്രൈവ് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഔട്ട് ഓഫ് ദ മാർക്കറ്റ്, ദാറ്റ് ഈസ് ദ ആൻസർ. ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? മാർക്കറ്റിന് പുറത്തേക്ക് പോകും. ഓക്കെ, സാധനങ്ങൾ മാർക്കറ്റിന് പുറത്തേക്ക് പോകും. എന്തുകൊണ്ടാണ് പോകുന്നത്? മാർക്കറ്റിൽ ലോ ക്വാളിറ്റി ഗുഡ്സ്, അതായത് നമ്മൾ ഇതിനെ ലെമൺ എന്ന് വിളിക്കും, ഇത് നമ്മൾ ലെമൺ എന്നും ഇതിനെ പീച്ച് എന്നാണ് തിയറി പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലോ ക്വാളിറ്റി ഗുഡ്സിന്റെ ആവറേജ് പ്രൈസ് ആണ് മാർക്കറ്റിലെ പ്രൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിലനിൽക്കാൻ കഴിയില്ല, അപ്പൊ മാർക്കറ്റിന് പുറത്തേക്ക് പോകും. ഇതാണ് തിയറി. സോ ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഡ്രൈവ് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. ഇതിനെയാണ് ഫോർ ലെമൺസ് എന്ന് അദ്ദേഹം വിളിക്കുന്നത്. ഓക്കെ, ഓക്കെ. മോറൽ ഹസാർഡ് ആണ് ചോദ്യം. മോറൽ ഹസാർഡ് പോസ്റ്റ് കോൺട്രാക്ട് ആണ്, ഓർമ്മിക്കുക. ഇതിൽ ഏതാണ് ടൂള്? മോറൽ ഹസാർഡ് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ടൂൾ എന്താണെന്നുള്ളതാണ്. കാവ്യ സി എന്ന് പറഞ്ഞിട്ടുണ്ട്. സി ആണോ? സി ആണ് ഇതിന്റെ ആൻസർ. എന്തുകൊണ്ടാ? മോറൽ ഹസാർഡ് എന്ന് പറയുന്നത് എന്താ? പോസ്റ്റ് കോൺട്രാക്ട് നമുക്ക് ഉണ്ടാകുന്ന ബിഹേവിയറൽ ചേഞ്ചസ് അതിനെ അഡ്രസ് ചെയ്യാനുള്ള സൊല്യൂഷൻ ആണ്. പോസ്റ്റ് കോൺട്രാക്ട് അഡ്രസ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമുക്ക് സ്വഭാവം മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് വരണം. നമ്മൾ ഇൻഷുറൻസിന് കയറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് വേണം, അല്ലെങ്കിൽ കോ പേയ്മെന്റ് വേണം. ഇൻഷുറൻസിന് കയറ്റാണെങ്കിലും പകുതി ഞാൻ പകുതി കമ്പനി എന്ന രീതിയിൽ കാണണം. അപ്പോഴാണ് എന്ത് ചെയ്യാം? ഇത് മോറൽ ഹസാർഡ് മിറ്റിഗേറ്റ് ചെയ്യാൻ കഴിയാം. സിഗ്നലിംഗ് എന്ന് പറയുന്നത് മോറൽ ഹസാർഡിന്റെ അല്ല, മോറൽ ഹസാർഡ് അല്ല. ചാർജിങ് യൂണിഫോം പ്രീമിയം ടു ഓൾ ഇൻഡിവിജ്വൽ, ഇതൊരിക്കലും അല്ല. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ മോറൽ ഹസാർഡ് കൂടുകയാണ് ചെയ്യുക. എല്ലാവരുടെ അടുത്തും ഒരേ പ്രീമിയം ആകുമ്പോൾ മോറൽ ഹസാർഡ് കൂടും. മറിച്ച് എന്ത് ചെയ്യണം?
ഡിഡക്റ്റബിൾസും കോ പേയ്മെന്റും ഉണ്ടാവണം. ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പബ്ലിക് എക്കണോമിക്സിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാൻ കഴിയും. ഇങ്ങനെയാണ് ഇൻഷുറൻസ് കമ്പനികളൊക്കെ നിലവിൽ വർക്ക് ചെയ്യുന്നത്. വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഇൻഷുറൻസിന് കയറ്റുന്ന ആൾക്കാർക്കൊക്കെ പരിചയം ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പബ്ലിക് ഗുഡ്സ് ആണ്. ഓക്കെ, പബ്ലിക് ഗുഡ്സ് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. പബ്ലിക് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നോൺ ഡ്രൈവൽ ആണ്, നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. ഓക്കെ, സോ ഇതിൽ ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഒരു കാരണവശാലും കൺഫ്യൂഷൻ ആകാൻ പാടില്ല. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ റൈവൽറിയും എക്സ്ക്ലൂഡബിലിറ്റിയുടെ മീനിങ് കൊടുത്തിട്ടുണ്ട്. റൈവൽറി എന്ന് പറയുമ്പോൾ ഡസ് മൈ കൺസംഷൻ റെഡ്യൂസ് യുവേഴ്സ്? ഞാനൊരു കാര്യം ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ കൺസംഷൻ കുറയുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കസേരയിൽ ഇരിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ അത് റൈവൽറി ആണ്. ഒരു കസേര ഉണ്ട്, നമ്മൾ രണ്ടുപേരുണ്ട്. അപ്പൊ ഞാൻ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല, അത് റൈവൽറി ആണ്. അതുപോലെ ഒരു ബർഗർ ഉണ്ട്, ഞാൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയില്ല, അതും റൈവൽറി ആണ്. ഇതിനാണ് റൈവൽറി എന്ന് പറയാം. രണ്ടാമത്തെ കാര്യം എക്സ്ക്ലൂഡബിലിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയാൻ കഴിയുമെന്നല്ല എക്സ്ക്ലൂഡബിലിറ്റി. സോ ഒരു ബർഗറിന്റെ പൈസ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ കഴിക്കുന്നതിനെ തടയാൻ കഴിയും. ഓക്കെ, അപ്പോൾ അത് എക്സ്ക്ലൂഡബിൾ ആണ്. അപ്പൊ ഒരു ബർഗർ കഴിക്കുക എന്ന് പറയുന്നത് എക്സ്ക്ലൂഡബിൾ ആണ്, അതുപോലെ റൈവലും ആണ്. ഓക്കെ, അപ്പൊ ബർഗർ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഗുഡ് ആണ്, പബ്ലിക് ഗുഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഈ ഒരു മെട്രിക്സ് ഓർമ്മിച്ച് വെക്കുക. എക്സ്ക്ലൂഡബിൾ, നോൺ എക്സ്ക്ലൂഡബിൾ, റൈവൽറസ്, നോൺ റൈവൽറസ് എന്ന് പറയുമ്പോൾ പബ്ലിക് ഗുഡ്സ് എന്ന് പറയുമ്പോൾ റൈവൽറി ഉണ്ടാവാൻ പാടില്ല. ഒരാൾ തടയാൻ അല്ലെങ്കിൽ കുറയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം ഒരാൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് മറ്റൊരാൾക്ക് അത് എക്സ്ക്ലൂഡ് ചെയ്യാൻ സാധിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പബ്ലിക് ഗുഡ്സ് എന്ന് പറയാം. ഈ പബ്ലിക് ഗുഡ്സിലാണ് മാർക്കറ്റ് ഫെയിലിയർ സംഭവിക്കുന്നത്. ഓക്കെ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. നല്ല രീതിയിലുണ്ടോ? ഹലോ, ഓക്കെ ഓക്കെ. പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയണേ, ഞാൻ മാറ്റി ജോയിൻ ചെയ്യാം. ഓക്കെ, സോ പബ്ലിക് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, നോൺ ഡ്രൈവബിൾ ആണ്. ഇത് മാത്രമല്ല, ഇതിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ ഓർമ്മിച്ചേക്കുക. ഓക്കെ, ഇപ്പം പബ്ലിക് ഗുഡ്സ് ആയിട്ട് പറയുന്നത് നാഷണൽ ഡിഫൻസ്, അതേപോലെ സ്ട്രീറ്റ് ലൈറ്റ് പോലെയുള്ള കാര്യങ്ങളാണ്. നാഷണൽ ഡിഫൻസ് നമുക്കിപ്പോ ക്യാഷ് തന്നില്ലെങ്കിൽ അയാൾക്ക് മാത്രം നാഷണൽ ഡിഫൻസ് ക്യാൻസൽ ആക്കാൻ കഴിയില്ല. ഇനി ഒരാൾക്ക് അത് കിട്ടുന്നത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് അതിൽ കിട്ടായികയില്ല, അതായത് ബാക്കിയുള്ളവർക്ക് കിട്ടാത്തൊരു അവസ്ഥയും വരുന്നില്ല. സോ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പബ്ലിക് ഗുഡ് ആണ്. ഓക്കെ, ഇനി പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരാൾ ഉപയോഗിക്കുമ്പോൾ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതുപോലെ ഒരാൾ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപയോഗിക്കുന്നതിൽ നിന്ന് നമുക്ക് തടയാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇതാണ് പ്രൈവറ്റ് ഗുഡ്സ്. ഇനി വേറൊരു ഐറ്റാണ് ക്ലബ് ഗുഡ്സ്. ക്ലബ് ഗുഡ്സ് നമുക്ക് ക്ലബ് ഗുഡ്സ് തിയറി ഒക്കെ ഉണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ റൈവൽ. അത് ഒരാൾ ഉപയോഗിക്കുമ്പോൾ മറ്റൊരാൾ ഉപയോഗിക്കുന്നതിന് നമ്മളെ ബാധിക്കുന്നില്ല, മറ്റൊരാൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ബാധിക്കുന്നില്ല. ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് ഞാൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് എന്റെ ഫ്രണ്ട് ഉപയോഗിക്കുന്നതിനെ ബാധിക്കുന്നതെന്നില്ല, അയാൾക്കൊന്നും കുറഞ്ഞു പോകുന്നില്ല. പക്ഷെ ദാറ്റ് ഈസ് എക്സ്ക്ലൂഡബിൾ. നമുക്ക് അയാളെ ഒഴിവാക്കാൻ കഴിയും. അയാൾ പൈസ തന്നില്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ ടോൾ കൊടുത്തിട്ടുള്ള റോഡുകൾ, ആ റോഡുകളിലൂടെ മറ്റൊരാൾ പോകുന്നില്ല, അപ് ടു പോയിന്റ് ഒരു ബോട്ടിലേക്ക് വരെ നമ്മൾ ബാധിക്കുന്നില്ല. പക്ഷേ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ എൻട്രി തടയാൻ കഴിയും. ഇങ്ങനെയുള്ളതിനാണ് ക്ലബ് ഗുഡ്സ് എന്ന് പറയാം. ഉഷ്നാൻ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ അസോസിയേറ്റ് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ക്ലബ് ഗുഡ്സ്. ഇനി കോമൺ പൂൾ എന്ന് പറയുമ്പോൾ അത് റൈവൽറസ് ആണ്, പക്ഷേ നമുക്കൊരാളെ ഒഴിവാക്കാൻ കഴിയില്ല. എന്ന് പറയുമ്പോൾ ഇപ്പോ ഫിഷറീസ്, ഒരാൾ മീൻ പിടിക്കുന്നത് കൊണ്ട് മറ്റൊരാളെ മീൻ കുറഞ്ഞു പോകും. അതായത് ഒരു ബോട്ട് മീൻ പിടിച്ചാൽ പിന്നെ ആ മീനെ വേറെ ആൾക്ക് പിടിക്കാൻ കഴിയില്ല. റൈവലാണ്, പക്ഷെ ഒരാൾ എക്സ്ക്ലൂഡ് ചെയ്യാൻ കഴിയില്ല, ഒരാൾ പിടിക്കേണ്ടെന്ന് പറയാൻ കഴിയില്ല.
ഇതാണ് കോമൺ പൂൾ എന്ന് പറയാം. ഇത് രണ്ടും റൈവൽറസും എക്സ്ക്ലൂഡബിളും ആണെങ്കിൽ നമ്മൾ അതിനെ പ്രൈവറ്റ് ഗുഡ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഒരു കോൺസെപ്റ്റ് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, സോ ഇതില് നമുക്ക് മനസ്സിലാക്കാനുള്ള രണ്ട് കാര്യം, സാമുവൽസൺ എഫിഷ്യൻസി കണ്ടീഷൻ പ്ലസ് ലിൻഡൽ എക്വിലിബ്രിയം. ഓക്കെ, ചോദിക്കാറുണ്ട്, മാച്ച് ദ ഫോളോയിങ് ഒക്കെയാണ് കൂടുതൽ ചോദിക്കാറ്. ഓക്കെ, സോ ഇതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സാമുവൽസൺ എഫിഷ്യൻസി കണ്ടീഷൻ. സാമുവൽസൺ എഫിഷ്യൻസി കണ്ടീഷൻ ഇതിൽ പറയുന്ന കാര്യം, ഒരു പ്രൈവറ്റ് ഗുഡ് ആണെങ്കിൽ അതിന്റെ ടോട്ടൽ ഡിമാൻഡ് ഹൊറിസോണ്ടൽ സമ്മേഷൻ ആണ്. ഓക്കെ, ഹൊറിസോണ്ടൽ സമ്മേഷൻ ആണ്. പക്ഷെ പബ്ലിക് ഗുഡ് ആണെങ്കിൽ അത് നോൺ റൈവൽ ആണ്, നോൺ എക്സ്ക്ലൂഡബിളും ആണ്. അതേപോലെ ഇത് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതിന്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ സമ്മേഷൻ ആണ്. ഓക്കെ, ഇത് കൺഫ്യൂസിങ് ആണെങ്കിൽ കൂടുതൽ ഡെപ്തിലേക്ക് പോകണ്ട, ഇത്ര മനസ്സിലാക്കുക. പബ്ലിക് ഗുഡ് ആണെങ്കിൽ അതിന്റെ ഡിമാൻഡ് കർവ് വെർട്ടിക്കൽ സമ്മേഷൻ ആയിരിക്കും എന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, പബ്ലിക് ഗുഡ് ആണെങ്കിൽ അതിന്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് വെർട്ടിക്കൽ സമ്മേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഇതിൽ MRT എന്ന് പറയുന്ന കാര്യമുണ്ട്. MRS എന്ന് പറയുമ്പോൾ സോഷ്യൽ വെൽഫെയർ ആണ്, ബെനിഫിറ്റ്, സോഷ്യൽ വെൽഫെയർ ആണ്, അല്ലെങ്കിൽ സോഷ്യൽ ബെനിഫിറ്റ് ആണ്. MRT എന്ന് പറയുമ്പോൾ കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതില് ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും മാർജിനൽ ബെനിഫിറ്റ് കൂട്ടിയതായിരിക്കും അതിന്റെ MRT എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അത് ഓർമ്മിച്ച് വെക്കുക. സോ പബ്ലിക് ഗുഡ് ആണെങ്കിൽ അതിന്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് വെർട്ടിക്കൽ സമ്മേഷൻ ആയിരിക്കും എന്ന് ഓർമ്മിച്ച് വെക്കുക. അടുത്ത കോൺസെപ്റ്റ് ലിൻഡൽ ഇക്വിലിബ്രിയം. ലിൻഡൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഈ പബ്ലിക് ഗുഡ്സ് ആണ് നമ്മുടെ പ്രശ്നം. പബ്ലിക് ഗുഡ്സ് മാർക്കറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല, കാരണം നോൺ ഡ്രൈവർ ആണ്, നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. ഒരാൾ ഉപയോഗിക്കുമ്പോൾ പൈസ ഒന്നുമില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനാണ് നമ്മൾ ഫ്രീ റൈഡർ എന്ന് പറയാം. അതായത് ഇപ്പോ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ടാക്സ് കൊടുക്കുന്ന ആൾക്കും കൊടുക്കാത്ത ആൾക്കും കിട്ടും. അതുപോലെ നാഷണൽ ഡിഫൻസ് എന്ന് പറയുന്നതും ടാക്സ് കൊടുക്കുന്ന ആൾക്കും ടാക്സ് കൊടുക്കാത്ത ആളുകൾക്കും കിട്ടും. അപ്പൊ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. പബ്ലിക് ഗുഡ്സ് മാർക്കറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല, ഫ്രീ റൈഡർ ഉണ്ടാവുന്നു. സോ ഇതിൽ ലിൻഡൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, ഇദ്ദേഹം പറയുന്നു ഓരോരുത്തർക്കും ഒരു പബ്ലിക് ഗുഡിൽ നിന്ന് എത്രയാണോ ബെനിഫിറ്റ് കിട്ടുന്നത് അത്രയും ടാക്സ് ചെയ്യാം എന്നുള്ളതാണ് ലിൻഡൽ ഇക്വിലിബ്രിയം എന്ന കോൺസെപ്റ്റ് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽസ് ആർ ചാർജഡ് എ ടാക്സ് പ്രൈസ്, ഇതിനെ വിളിക്കുക ലിൻഡൽ ടാക്സ് എന്ന് വിളിക്കുന്നുണ്ട്, എക്സാക്ട്ലി ഈക്വൽ ടു മാർജിനൽ ബെനിഫിറ്റ് ദേ ഡിറൈവ് ഫ്രം ദ പബ്ലിക് ഗുഡ്. എന്ന് പറഞ്ഞാൽ ഇപ്പം സ്ട്രീറ്റ് ലൈറ്റ് ഈടാക്കുകയാണ്, എത്ര ഈടാക്കും? അപ്പോ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നാമത്തെ ആൾക്ക് കുറെ കിട്ടുന്നുണ്ട്, അപ്പൊ അയാൾക്ക് അത്രയും ടാക്സ് ഈടാക്കണം. ഓക്കെ, രണ്ടാമത്തെ ആൾക്ക് കുറച്ച് ഉപകാരം ഉണ്ടാവുന്നുള്ളൂ, അപ്പൊ എന്ത് ചെയ്യുക? അയാളിന്ന് കുറച്ച് ടാക്സ് വാങ്ങുക. എന്ന് പറഞ്ഞാൽ ഒരാൾ സ്ഥിരമായിട്ട് റോഡിലൂടെ പോവുകയാണ്, സ്ട്രീറ്റ് ലൈറ്റ് അയാൾക്ക് കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇയാളുടെ കയ്യിൽ നിന്ന് കൂടുതൽ ടാക്സ് വാങ്ങുകയും, രണ്ടാമത്തെ ആള് അത്രത്തോളം അത് ഉപകാരപ്പെടുന്നില്ല, അല്ല അത്രത്തോളം ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞ ടാക്സ് വാങ്ങുകയും ഒരു മെത്തേഡാണ് ഇദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒന്നാമത്തെ ആൾക്ക് ഇത്രയും ഉപകാരമുണ്ട്, പക്ഷെ അയാള് അത്രയും ഉപകാരം ഉണ്ടെന്ന് തുറന്നു പറയാൻ റെഡി ആവില്ല. കാരണം തുറന്നു പറഞ്ഞാൽ അത്രയും ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ അയാള് പറയും എനിക്ക് അത്ര ഉപകാരം ഇല്ല എന്ന രീതിയിലേക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കും. രണ്ടാമത്തെ ആൾക്ക് ഉപകാരം കുറവാണ്, ചിലപ്പോൾ അയാൾ പറയും ഞാൻ ഉപയോഗിക്കുന്നേ ഇല്ല എന്നൊക്കെ പറയും. അത് ഫ്രീ റൈഡർ പ്രോബ്ലം ഉണ്ടാവും. കാരണം നമുക്ക് ഒരാൾ പൈസ തന്നില്ല എന്ന് വെച്ചിട്ട് അയാൾക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അയാൾക്ക് മാത്രമായിട്ട് സെക്യൂരിറ്റി തുറന്നു കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോ ഫ്രീ റൈഡർ പ്രോബ്ലം ഉണ്ടാകുന്നത് കൊണ്ട് ഇത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ക്രിറ്റിസിസം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് ഫെയിൽസ് ഇൻ ദ റിയൽ വേൾഡ്. ഈ ഒരു കാര്യം റിയൽ വേൾഡിൽ ഫെയിൽ ആവാണ് എന്ന് പറഞ്ഞാൽ, അതായത് ലിൻഡൽ ഇക്വിലിബ്രിയത്തിൽ പറയുന്നത് ഓരോരുത്തർക്കും പബ്ലിക് ഗുഡ് എത്രയാണോ ഉപകാരപ്പെടുന്നത്, എത്രയാണോ മാർജിനൽ ബെനിഫിറ്റ്, അതിനനുസരിച്ച് ടാക്സ് ചാർജ് ചെയ്യാന്നുള്ളതാണ് ലിൻഡൽ ഇക്വിലിബ്രിയം പറയുന്നത്. പക്ഷേ
ഇത് പ്രാക്ടിക്കലി ഫെയിൽ ആവാണ്. കാരണം ഫ്രീ റൈഡർ പ്രോബ്ലം, ബിക്കോസ് ഇത് നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, പൈസ തന്നിൽ ഒഴിവാക്കാൻ കഴിയില്ല. അതേപോലെ ആൾക്കാർ എന്ത് ചെയ്യില്ല, ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം മറച്ചു വെക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഓക്കെ, ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. If a public good is provided to a community people, the aggregate marginal benefit of the good is calculated by, ഇതാണ് നേരത്തെ പറഞ്ഞ പോയിന്റ്, സാമുവൽസൺ എഫിഷ്യൻസി തിയറം. പബ്ലിക് ഗുഡ് ആണ്. പബ്ലിക് ഗുഡ് ആകുമ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? വെർട്ടിക്കലി ആഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അഗ്രിഗേറ്റ് മാർജിനൽ ബെനിഫിറ്റ് ഓഫ് ദ ഗുഡ് ഇസ് കാൽക്കുലേറ്റ്. അപ്പോൾ 50 പേരുടെയും വെർട്ടിക്കലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് അഗ്രിഗേറ്റ് മാർജിനൽ ബെനിഫിറ്റ് അഥവാ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് കിട്ടുക എന്നുള്ളതാണ്. യെസ്, ബി ആണ് ഓപ്ഷൻ. ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചോദ്യമാണ്. ഈ രീതിയിലൊന്നും എന്തായാലും ചോദിക്കൂല. അതെ, ഇത്രയും ബേസിക് ആയിട്ട് ചോദിക്കൂല. നോൺ ഡ്രൈവബിൾ നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. സോ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. എക്സ്റ്റേണാലിറ്റി, അതേപോലെ പ്രോപ്പർട്ടി റൈറ്റ്. ഓക്കെ, എക്സ്റ്റേണാലിറ്റി എന്താണെന്നുള്ളത് നമുക്കറിയാം. എക്സ്റ്റേണാലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാളുടെ ഒരു ആക്ടിവിറ്റി കാരണം മറ്റൊരാൾക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനാണ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയാം. നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ ഒരാൾ നല്ല എന്താ പറയാ, സ്പ്രേ ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്താ പറയാ, നല്ല 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 രീതിയിൽ വരികയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ഉണ്ടാവും. ഒരാൾ കുളിക്കാതെ വന്നാൽ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ഉണ്ടാവും. ഓക്കെ, ഇതിനാണ് നമ്മൾ എക്സ്റ്റേണാലിറ്റി എന്ന് പറയാം. നമ്മൾ പബ്ലിക് എക്കണോമിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത് ബാധിക്കുന്ന എങ്ങനെയെന്ന് പറയുമ്പോൾ, ഇപ്പോൾ എക്സ്റ്റേണാലിറ്റി ഇസ് എ മാർക്കറ്റ് ഫെയിലിയർ, അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാനും മാർക്കറ്റിന് സാധിക്കാറില്ല. കാരണം ഒരാൾ സ്പ്രേ അടിച്ചു വന്നു, അപ്പൊ അയാൾക്ക് അതിനെ കൊണ്ട് പൈസയൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് അതിന് മോണിറ്റൈസ് ചെയ്യാൻ കഴിയില്ല. ഞാൻ സ്പ്രേ അടിച്ചിട്ടുണ്ട്, എൻ്റെ നല്ല സ്മെല്ലുണ്ട്, അപ്പൊ എല്ലാവരും പറയാനൊന്നും കഴിയില്ല. ഇതേപോലെ അത് നമുക്ക് പ്രശ്നമില്ല, കാരണം ആൾക്കാർക്ക് പോസിറ്റീവ് ആണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം വരുന്നത് എവിടെയാണ്? ഇതിന്റെ ഓപ്പോസിറ്റ് സംഭവിക്കുമ്പോഴാണ്, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി വരുമ്പോഴാണ്. ഇപ്പൊ നമ്മുടെ സ്കൂളിന്റെ അല്ലെങ്കിൽ നമ്മുടെ കോളേജിന്റെ തൊട്ടപ്പുറത്ത് ഒരു പാറ പൊട്ടിക്കുന്ന ഖനനം നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. സോ അങ്ങനെ നടക്കുന്ന സമയത്ത് അവിടുന്ന് ഭയങ്കര നോയിസ് പൊല്യൂഷൻ ഉണ്ടാവും, സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാവും. ആ പൊല്യൂഷന് നമുക്ക് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യാം? അപ്പോ ഈ മാർക്കറ്റിന് ഫെയിൽ ആവാണ്. ഇതാണ് മാർക്കറ്റിൽ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ എക്സ്റ്റേണാലിറ്റി എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പിഗോവിയൻ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിഗോവിയൻ ടാക്സ് എന്ന് പറയുമ്പോൾ ഇതിലുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ നമുക്ക് അറിയായിരിക്കും. ഞാൻ ഒന്ന് ജസ്റ്റ് സൂചിപ്പിക്കാം. മാർജിനൽ പ്രൈവറ്റ് കോസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ മാർജിനൽ സോഷ്യൽ കോസ്റ്റും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും അറിയായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അഥവാ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പാറ പൊട്ടിക്കുക എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. ഓക്കെ, പാറ പൊട്ടിക്കാൻ ഇപ്പോ ഒരു ലോഡ് പാറ പൊട്ടിക്കാൻ ഒരാൾക്ക് ഒരു 3000 കോസ്റ്റ് വരുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ആ പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക്, ആ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്ക് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയാം. 3000 ആണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത്. പക്ഷേ ആ ഒരു ലോഡ് പാറ പൊട്ടിക്ക് സൊസൈറ്റിക്ക് ചില നഷ്ടങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സൊസൈറ്റിയുടെ ചില റിസോഴ്സ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അല്ലെ സൊസൈറ്റിയുടെ പ്രൊഡക്ടിവിറ്റി കുറയുന്നുണ്ട്. ആ രീതിയിൽ സൊസൈറ്റിക്ക് കുറച്ച് ചിലവ് വരുന്നുണ്ട്. ആ ചിലവിന് നമ്മൾ മണി ടേംസിലേക്ക് പറയുകയാണെങ്കിൽ ഒരു 1500 രൂപയുടെ നഷ്ടം സൊസൈറ്റിക്ക് വരുന്നുണ്ട്. സോ അവിടെ മാർജിനൽ സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ടോട്ടൽ ചെയ്തിട്ടുള്ള 4500 ആണ് അവിടുത്തെ മാർജിനൽ സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്.
ആ മാർജിനൽ സോഷ്യൽ കോസ്റ്റിലെ വെറും 3000 മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ വ്യക്തി, പ്രൈവറ്റ് വ്യക്തി. ഓക്കെ, ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇപ്പോ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ, വെൻ എ ഫാക്ടറി പൊല്യൂട്ട്, ഒരു ഫാക്ടറി പൊല്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാർജിനൽ പ്രൈവറ്റ് കോസ്റ്റ് ഈസ് ലോവർ ദാൻ ദ മാർജിനൽ സോഷ്യൽ കോസ്റ്റ്. അത് ഫാക്ടറി പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. ആ പൊല്യൂഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ കോസ്റ്റിനേക്കാൾ കുറവാണ്. ഇപ്പം ഒരു ഫാക്ടറി വർക്ക് ചെയ്യുമ്പോൾ ഒരു ഡെയിലി കോസ്റ്റ് 400 രൂപയാണ്. പക്ഷെ അതിന് പൊല്യൂഷൻ കാരണം പലതും സംഭവിക്കുന്നുണ്ട്. അവിടുത്തെ റിവേഴ്സ് കണ്ടാമിനേറ്റഡ് ആവുന്നുണ്ട്, എയർ കണ്ടാമിനേറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ കോസ്റ്റ് ഉണ്ട്. സോഷ്യൽ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ 600 രൂപ അതും വരുന്നുണ്ട്. സോ ഇത് മൊത്തമാണ് അവിടെ സംഭവിക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. സോ മാർജിനൽ പ്രൈവറ്റ് കോസ്റ്റ് കുറവും സോഷ്യൽ കോസ്റ്റ് കൂടുതലും ആണെങ്കിൽ ഇയാൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് ടാക്സ് ഇമ്പോസ് ചെയ്യാം. എത്ര ടാക്സ് ഇമ്പോസ് ചെയ്യേണ്ടത്? ഈക്വൽ ടു ദ മാർജിനൽ എക്സ്റ്റേണൽ ഡാമേജ് അറ്റ് ദ സോഷ്യലി ഒപ്റ്റിമം ഔട്ട്പുട്ട് ലെവൽ ടു പെനാൽറ്റി. അതായത് ഇപ്പോ ഈ കേസിൽ 400 രൂപയാണ് അയാൾക്ക് വരുന്ന കോസ്റ്റ്, 600 രൂപ എന്ത് ചെയ്തിരുന്നുണ്ട്, അല്ലാത്ത എക്സ്റ്റേണൽ ഡാമേജ് വരുന്നുണ്ട്. ടോട്ടൽ ഇവിടെ വരുന്ന കോസ്റ്റ് 1000 രൂപയുടെ കോസ്റ്റ് സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ വെറും 400 രൂപ മാത്രമേ പ്രൈവറ്റ് കോസ്റ്റ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് 1000 വരുന്നുണ്ടല്ലോ, 400 രൂപ മാത്രമേ പ്രൈവറ്റ് വരുന്നുള്ളൂ. ഈ എക്സ്റ്റേണൽ ഡാമേജ് 600 രൂപയോട് സംഭവിക്കുന്നുണ്ട്. ഈ 600 രൂപ ഗവൺമെന്റ് ടാക്സ് ആയിട്ട് ഇമ്പോസ് ചെയ്യാന്നുള്ളതാണ് പിഗ്ഗോവിയൻ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ മാർജിനൽ സോഷ്യൽ കോസ്റ്റ് ഈസ് ഇക്വൽ ടു ടാക്സ് എന്നാണ് ഇവിടുത്തെ തിയറി. അപ്പോ കമ്പനി വർക്ക് ചെയ്യുന്നത് കൊണ്ട്, അല്ലെ ഫാക്ടറി വർക്ക് ചെയ്യുന്നത് കൊണ്ട് 400 രൂപ അയാൾക്ക് പ്രൈവറ്റ് കോസ്റ്റ് വരുന്നുണ്ട്, പ്ലസ് ഒരു 600 സോഷ്യൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡാമേജ് സംഭവിക്കുന്നുണ്ട്. ഈ ടാക്സ് ആയിട്ട് ഇമ്പോസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നതിനെയാണ് ഇങ്ങനെ ചെയ്യുന്നതിനാണ് പിഗ്ഗോവിയൻ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, 1 സെക്കൻഡ്. സോ ഇതിനെ ഓപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന തിയറിയാണ് കോസ്റ്റ് തിയറം എന്ന് പറയുന്നത്. വൺ സെക്കൻഡ്, ഞാൻ ഇന്റർനെറ്റ് വൈഫൈ ഒന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. സ്ലൈഡ് ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, സോ കോസ്റ്റ് തിയറം എന്ന് പറയുന്നത് ഈ എക്സ്റ്റേണാലിറ്റിയെ, പിഗ്ഗോവിയൻ ടാക്സ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ടാക്സ് ചെയ്യണം എന്നുള്ളതാണല്ലോ അതിൽ പറയുന്ന കാര്യം. ഓക്കെ, സോ കോസ്റ്റ് തിയറത്തിൽ പറയുന്നു അങ്ങനെ ഗവൺമെന്റ് വന്ന് ടാക്സ് ഇമ്പോസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, എക്സ്റ്റേണാലിറ്റിയെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, മാർക്കറ്റിന് തന്നെ ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളതാണ് പിഗ്ഗോവിയൻ കോസ്റ്റ് തിയറത്തിൽ പറയുന്നത്. പിഗ്ഗോവിയൻ ടാക്സിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്ന കാര്യം, റൊണാൾഡ് കോഴ്സ് ആർഗ്യൂഡ് ദാറ്റ് ലീഗൽ ഓർ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ലൈക്ക് ടാക്സ് പോലെയുള്ള ഇടപെടലുകൾ ആവശ്യമില്ല. നോട്ട് ഓൾവേസ് നെസസറി ടു സോൾവ് എക്സ്റ്റേണാലിറ്റീസ് സോൾവ് ചെയ്യാൻ അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. മറിച്ച് എന്ത് ചെയ്യാൻ കഴിയും, മാർക്കറ്റിന് തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ പറയുന്നുണ്ട്. അത് മിക്കവാറും ചോദിക്കുന്ന കാര്യമാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിക്കാറുണ്ട്. അത് മനസ്സിലാക്കി വെക്കുക. 2 കാര്യങ്ങളുണ്ട്, 2 കണ്ടീഷൻസ് ആണ് ഇയാൾ പറയുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ, പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ ക്ലിയർലി ഡിഫൈൻഡ്. പ്രോപ്പർട്ടി റൈറ്റുകൾ ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആണ്, പ്രോപ്പർട്ടി റൈറ്റുകൾ ഡിഫൈൻ ചെയ്തിരിക്കണം. രണ്ടാമത്തെ കാര്യം, ട്രാൻസാക്ഷൻ കോസ്റ്റ്സ് ആർ 0 ഓർ നെഗ്ലിജിബിൾ.
അതായത് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. അതായത് ഇപ്പോ എന്തെങ്കിലും കോടതി വ്യവഹാരങ്ങൾ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ബാർഗൈനിങ് എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് തമ്മിൽ അല്ലെങ്കിൽ ഫേംസ് തമ്മിൽ ഉണ്ടാകുന്ന ബാർഗൈനിങ്, ഇങ്ങനെയുള്ള പ്രൈവറ്റ് ബാർഗൈനിങ് വിൽ ലീഡ് ടു എൻ എഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് റിഗാർഡ്ലെസ് ഓഫ് ഹു ഈസ് ഇനീഷ്യലി അസൈൻ ടു ദ പ്രോപ്പർട്ടി റൈറ്റ്സ്. പ്രോപ്പർട്ടി റൈറ്റ്സ് ആർക്കാണെന്നുള്ളത് ഇവിടെ ബാധകമല്ല. ഒരു പ്രൈവറ്റ് ബാർഗൈനിങ് ഏതിലേക്ക് ലീഡ് ചെയ്യും? എഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസിലേക്ക് ലീഡ് ചെയ്യും, ഗിവൺ ദാറ്റ് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെ രണ്ട് കണ്ടീഷൻസ്? പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ ക്ലിയർലി ഡിഫൈൻഡ്. സെക്കൻഡ് വൺ, ട്രാൻസാക്ഷൻ കോസ്റ്റസ് ആർ സീറോ ഓർ നെഗ്ലിജിബിൾ. ഈ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു എഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളതാണ് കോഴ്സ് തിയറത്ത് പറയുന്നത്. പക്ഷേ ഇതിന്റെ ലിമിറ്റേഷൻ ആയിട്ട് പറയാൻ കഴിയുന്നത് റിയൽ വേൾഡിൽ നോക്കുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ കോസ്റ്റുകൾ മിക്കവാറും ഹൈ ആണ്. അതായത് ലോ ആൻഡ് ഓർഡർ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോ ഒരു ഫാക്ടറി ഉണ്ടാകുന്നു, ഫാക്ടറിയിൽ പൊല്യൂഷൻ ഉണ്ടാകുന്നു. ഇയാൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് സപ്പോസ് നമ്മുടെ വീട്ടിൽ ആട്, ഓക്കെ, അല്ലെ പശു ഉണ്ട്. നമ്മുടെ വീട്ടിലെ പശു അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് പുല്ല് തിന്നാണ്. അപ്പൊ പുല്ല് തിന്നുമ്പോൾ അപ്പുറത്തെ വീട്ടുകാർക്ക് ഒരു എക്സ്റ്റേണാലിറ്റി ഉണ്ടാവും, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ഉണ്ടാവുകയാണ്. നമ്മുടെ വീട്ടിൽ പശു ഉണ്ട് എന്നുള്ളത് ആളെ നെഗറ്റീവായിട്ട് ബാധിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ കേസിൽ ഇയാൾ പറയുന്നത് ഈ പ്രൈവറ്റ് ആളുകൾ തമ്മിലുള്ള ഒരു 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 ബാർഗൈനിങ് സംഭവിക്കുമ്പോൾ എഫിഷ്യന്റ് അലൊക്കേഷൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഗവൺമെന്റിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. അപ്പോ ഇവർ തമ്മിൽ ഉണ്ടാകുന്ന ബാർഗൈനിങ്, അപ്പോ അവർക്ക് എത്ര രൂപയുടെ അവർക്ക് എത്ര രൂപ നഷ്ടം വരുന്നുണ്ട്, അപ്പോൾ അവിടെ മതിൽ കെട്ടണമെങ്കിൽ എത്ര രൂപയുടെ കോസ്റ്റ് വരും. അപ്പോൾ അവർ തമ്മിൽ ബാർഗൈനിങ് സംഭവിക്കുന്നു. അപ്പോൾ ആർക്കാണ് കൂടുതൽ നഷ്ടം വരുന്നത് നോക്കുന്നു. അപ്പോൾ എനിക്ക് നഷ്ടം വരുന്നുണ്ട്, പക്ഷെ അപ്പുറത്ത് പോകുമ്പോൾ അയാൾക്ക് നഷ്ടം വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ഈ മതിൽ കെട്ടുന്നതിന്റെ കോസ്റ്റ് ആരെടുക്കണം എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ അവർ തമ്മിൽ ബാർഗൈൻ ചെയ്യുന്നു, അതിനൊരു അലൊക്കേഷനിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പോയിന്റ്. പക്ഷേ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ട്. അവർ ബാർഗൈൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ കോടതിയിലേക്ക് പോവാണ്, ലോ ആൻഡ് ഓർഡറിലേക്ക് പോവാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ കാര്യം എന്ത് ചെയ്യില്ല, പോസിബിൾ ആവില്ല. ഇപ്പൊ നമ്മുടെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ഒരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറി കാരണം നൂറ് കണക്കിന് ആളുകളുടെ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുടെ കുടിവെള്ളത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഈ 1000 ആളുകൾ കോടതിയിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പം കോർട്ടിലാണെങ്കിലും അതേപോലെ അഡ്വക്കേറ്റ് ആണെങ്കിലും ഒക്കെ ചാർജ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ബാർഗൈനിങ് അവിടെ ബ്രേക്ക് ഡൗൺ ആവും. ബാർഗൈനിങ് സംഭവിക്കില്ല, ഒരു എഫിഷ്യന്റ് അലോക്കേഷനിലേക്ക് കഴിയില്ല. അപ്പൊ രണ്ട് കാര്യങ്ങളോട് ഉണ്ടായിരിക്കണം, രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റസ് ആർ സീറോ ഓർ നെഗ്ലിജിബിൾ. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിലാണ് ഈ പറയുന്ന മാർക്കറ്റ് എഫിഷ്യന്റ് അലോക്കേഷൻ ചെയ്യും എന്ന് പറഞ്ഞ് സംഭവിക്കുക. ഓക്കെ, ഇതിന്റെ PVQs നോക്കാം. The Coase theorem suggests that private negotiation will lead to correction of market failure when property rights are clearly recognized and ഓക്കെ, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറയുന്നത് മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറയുമ്പോൾ എന്താ? എക്സ്റ്റേണാലിറ്റി ആണ്. ഓക്കെ, എക്സ്റ്റേണാലിറ്റി ആണ് ഇവിടുത്തെ മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറയുന്നത്. അത് കറക്റ്റ് ചെയ്യും, പ്രൈവറ്റ് നെഗോസിയേഷൻ ഉണ്ടാകുമ്പോൾ കറക്റ്റ് ചെയ്യും when property rights are clearly recognized. In the second one, രണ്ടാമത്തെ കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ? B. Yes. ഓക്കെ, രണ്ടാമത്തെ കാര്യം ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ടാകാൻ പാടില്ല, അഥവാ നെഗോസിയേഷൻ കോസ്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. യെസ്, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. യെസ്. ഇത് നമ്മൾ പറഞ്ഞ മെട്രിക്സിലെ കാര്യങ്ങളാണ്. തിയറി ഓഫ് ക്ലബ് പറയുന്നത്, പിന്നെ മാർക്കറ്റ് ഫോർ ലെമൺസ് പറയുന്നുണ്ട്, പ്രോപ്പർട്ടി റൈറ്റ്സ് എക്സ്റ്റേണാലിറ്റി സൊല്യൂഷൻ പറയുന്നുണ്ട്. ഇതിൽ ഏതൊക്കെയാ വരിക? ഇതില് ജോർജ് ആക്കർലോഫ് ആണ് മാർക്കറ്റ് ഫോർ ലെമൺസ് എന്ന് നമുക്കറിയാം.
വേറെ ഏതൊക്കെ അറിയുന്നില്ല. ഇങ്ങനെ വന്നാൽ നമുക്ക് എല്ലാം അറിയണമെന്ന് നിർബന്ധമില്ല കേട്ടോ. രണ്ടോ മൂന്നോ ഒക്കെ അറിയുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് എത്താൻ കഴിയും. പിന്നെ ഏതറിയാം? നമ്മളിപ്പോ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എക്സ്റ്റേണാലിറ്റി സൊല്യൂഷൻ പറഞ്ഞിട്ടുള്ള ആരാണ്? റൊണാൾഡ് കോയസ് ആണ്. ഓക്കെ, സോ C1 ആണ്, B4 ആണ്. ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ അല്ലാത്തത് ഇവിടെ എലിമിനേറ്റ് ചെയ്യാം. C1 B4. ഇനി നമുക്ക് ഒന്നുകൂടെ അറിയണം. തിയറി ഓഫ് ക്ലബ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മെട്രിക്സിൽ 4 കാര്യം പറഞ്ഞില്ലേ? ഇത് പബ്ലിക് ഗുഡ്, ഇത് പ്രൈവറ്റ് ഗുഡ്, ഇത് കോമൺ പൂൾ, ഇത് ക്ലബ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഒക്കെ പോലെയുള്ള. നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുമ്പോൾ എന്താ? നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുമ്പോൾ പിന്നെ നോൺ ഡ്രൈവൽ ആണ്, പക്ഷെ എക്സ്ക്ലൂഡബിൾ ആണ്. ഇതിന് ക്ലബ് ഗുഡ്സ് എന്ന് പറയാം. അപ് ടു പോയിന്റ്. അതായത് നമ്മളിപ്പോ പിന്നെ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കല്, ക്ലബിൽ മെമ്പർഷിപ്പ് എടുക്കുക. അപ്പോൾ ഞാൻ എടുക്കുന്ന എക്സ്ക്ലൂഡബിൾ ആണ്, നമ്മൾ പൈസ അടിച്ചില്ല അവർക്ക് നമ്മൾ പുറത്താക്കാൻ കഴിയും. പക്ഷെ അപ് ടു പോയിന്റ് നോൺ ഡ്രൈവൽ ആണ്. ഞാൻ അവിടെ പോയി ക്ലബ്ബിൽ പോയി എന്നുള്ളതുകൊണ്ട് മറ്റൊരാളെ ബാധിക്കുന്നില്ല. അപ് ടു പോയിന്റ്. അപ്പൊ ഇങ്ങനെയാണ് ക്ലബ് ഗുഡ്സ് എന്ന് പറയാ. അപ്പൊ തിയറി ക്ലബ്സ് കൊണ്ടുവന്നിട്ടുള്ളത് ജെയിംസ് ബുഷ്നൻ ആണ്. ബുഷ്നൻ. ഓക്കെ, അപ്പോ A2 ആണ്. A2, B3. ഓക്കെ, ഓപ്ഷൻ A ആണ് ഇതിന് ആൻസർ. യെസ്. ഈ രീതിയിലേക്ക് ആയിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരും കേട്ടോ. സോ എക്സ്പെക്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതേപോലെ അസെഷൻ, റീസൺ. ഓക്കെ, ഇതിന് ആൻസർ എന്താ? ഇതില് ഓരോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാവണം. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാവണം. അതിന്റെ ലോജിക്കൽ കണക്ഷൻ മനസ്സിലാവണം. എന്നാലേ ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഫ്രീ റൈഡർ പ്രോബ്ലം ലീഡ്സ് ടു അണ്ടർ പ്രൊവിഷൻ or non-provision of public goods by competitive free market. ഇത് ശരിയാണോ തെറ്റാണോ? ഫ്രീ മാർക്കറ്റിന് പബ്ലിക് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. ഇത് ശരിയാണ്. ഓക്കെ, റീസൺ ബിക്കോസ് pure public goods are non-excludable. Individuals have കാണുന്നില്ല. Individuals have a rational incentive to conceal their true willingness to pay. അത് നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. യെസ്, കറക്റ്റ് ആണ്. അതേപോലെ ഇൻഡിവിജ്വൽസിന് എന്തുണ്ട്? അവരുടെ വില്ലിംഗ്നെസ് ടു പേ കൺസിൽ ചെയ്യാനുള്ള ഇൻസെന്റീവ് ഉണ്ട്. ഇതും ശരിയാണ്. സോ ബോത്ത് A and R are true and R is the correct explanation of A. ഓക്കെ, ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണല്ലോ. സോ ഇതിന്റെ ആൻസർ A ആണ്. ഓക്കെ, യെസ്. Negative externality exists when an economic activity causes. ഇതിന്റെ ആൻസർ എന്താ? മാർജിനൽ കോസ്റ്റ്, പ്രൈവറ്റ് മാർജിനൽ കോസ്റ്റ്. അതേപോലെ പ്രൈവറ്റ് മാർജിനൽ കോസ്റ്റ് ഉണ്ട്, സോഷ്യൽ മാർജിനൽ കോസ്റ്റ് ഉണ്ട്. മാർജിനൽ സോഷ്യൽ കോസ്റ്റ്, മാർജിനൽ പ്രൈവറ്റ് കോസ്റ്റ്. ഓക്കെ, അപ്പോ സമൂഹത്തിനുണ്ടാകുന്ന കോസ്റ്റിനേക്കാളും കുറവാണ് ഒരാൾക്ക് ഉണ്ടാകുന്ന കോസ്റ്റ് എങ്കിൽ സമൂഹത്തിന് നഷ്ടമാണല്ലോ, സൊസൈറ്റിക്ക് നഷ്ടമാണല്ലോ. അപ്പോ ഇവിടെ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്.
ഇനി സമൂഹത്തിനുണ്ടാകുന്ന നഷ്ടത്തെക്കാളും കൂടുതലാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന നഷ്ടം. അതായത് അയാൾക്ക് വലിയ എക്സ്പെൻസ് ഉണ്ട്, സൊസൈറ്റിക്ക് അത്രയൊന്നും എക്സ്പെൻസ് ഇല്ല എന്നുള്ള രീതിയിലാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. അതായത് ഞാനിപ്പോ സ്പ്രേ ഒക്കെ ഉപയോഗിച്ച് നടക്കണമെങ്കിൽ സൊസൈറ്റിക്ക് വലിയ ചെലവൊന്നുമില്ല. ഞാൻ ആ സ്പ്രേ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ചെറിയ ഇതേ ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് വലിയ ചെലവുണ്ട് പേഴ്സണലി. അപ്പൊ അതൊരു പോസിറ്റീവ് കാര്യമായിരിക്കും. ഇവിടെ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. അപ്പോ മാർജിനൽ സോഷ്യൽ കോസ്റ്റ് കൂടുതലും പ്രൈവറ്റ് കോസ്റ്റ് കുറവായിരിക്കും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ, കറക്റ്റ് ആണ്. മാർജിനൽ സോഷ്യൽ കോസ്റ്റ് കൂടുതലും പ്രൈവറ്റ് മാർജിനൽ കോസ്റ്റ് ഇതിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, according to Coase theorem, government intervention via taxation is always necessary to resolve environmental pollution. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ റോങ് ആണോ? ഇത് ആക്ച്വലി പിഗോവിയൻ ടാക്സേഷന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ കോയസ് തിയറം എന്ന് കൊടുത്താണ്. ശരിക്കും തെറ്റാണ്. കാരണം കോയസ് തിയറം പറയുന്നത് എന്താ? ഗവൺമെന്റ് വരേ വേണ്ട, ഞങ്ങൾ മാർക്കറ്റ് ഡീൽ ചെയ്തോളാം എന്നാണ് കോയസ് തിയറം പറയുന്നത്. ഗവൺമെന്റ് ആവശ്യമില്ല എന്നുള്ളതാണ്. സോ എ ഈസ് ഫാൾസ്. അപ്പോ ഓപ്ഷനിലേക്ക് വന്നിട്ട് നമുക്ക് ഇത് രണ്ടും ശരിയാന്ന് പറയുന്നത് വെട്ടാം, എ ഈസ് ട്രൂ എന്ന് പറയുന്ന വെട്ടാം. ഓക്കെ, ഇത് രണ്ടും ബാക്കിയില്ല. വെൻ പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ ക്ലിയർലി ഡിഫൈൻഡ്, പ്രോപ്പർട്ടി റൈറ്റ്സ് ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് സീറോ ആണെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസ് ക്യാൻ നെഗോഷിയേറ്റ് an efficient solution on their own. ഇതാണ് ബേസിക്കലി കോയസ് തിയറം. ഇത് ശരിയാണ്. A is false but R is true. Okay. Option C, yes, correct. Okay. List 1, list 2. Match the following. Pure public good ഉണ്ട്, private good ഉണ്ട്, common pool resource ഉണ്ട്, club good ഉണ്ട്. Okay. So ഓപ്ഷൻ എ എന്ന് പറയുന്നത് പ്യുവർ പബ്ലിക് ഗുഡ് എന്ന് പറയുമ്പോൾ നോൺ റൈവൽ നോൺ എക്സ്പ്ലോഡബിൾ, A2. ഓക്കെ, ഇതും വെട്ടാം, ഇതും വെട്ടാം. പ്രൈവറ്റ് ഗുഡ് എന്ന് പറയുമ്പോൾ റൈവൽറസ് എക്സ്ക്ലൂഡബിൾ, B1. ഇതും വെട്ടാം. സോ എ ആണ് ആൻസർ. യെസ്. Yes, this one. Free rider problem makes it impossible for competitive markets to supply socially optimal quantity of pure public goods. അത് കറക്റ്റ് ആണല്ലോ അല്ലെ? ഫ്രീ റൈഡർ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് പ്യുവർ പബ്ലിക് ഗുഡ്സ് ഒപ്റ്റിമൽ ക്വാണ്ടിറ്റിയിലേക്ക് കൊടുക്കാൻ കഴിയാത്തത്. യെസ്, ഓപ്ഷൻ എ എന്ന് പറയുന്നുണ്ട്. യെസ്, നോക്കാം. പ്യുവർ പബ്ലിക് ഗുഡ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ബോത്ത് നോൺ റൈവൽറി and non-explodability in access. Yes, correct. Both A and R is true, and R is the correct explanation of A. Yes, non-rivalum, non-excludable ആയതുകൊണ്ടാണ് ഫ്രീ റൈഡർ പ്രോബ്ലം ഉണ്ടാകുന്നത്. ഓപ്ഷൻ എ. Okay, coming to the last part, public revenue and theories of taxation. Okay, അപ്പോൾ ഒരു ഫസ്റ്റ് പാർട്ട് വരുന്നത് പബ്ലിക് ഗുഡ്, പിന്നെ ഇംപെർഫെക്റ്റ് മാർക്കറ്റ് അഥവാ അസമെട്രിക് ഇൻഫർമേഷൻ, അതേമാതിരിയുള്ള മോറൽ ഹസാർഡ്, അഡ്വൈസ് സെലക്ഷൻ പോലുള്ള കാര്യങ്ങൾ. പിന്നെ എക്സ്റ്റേണാലിറ്റി വരുന്നുണ്ട്. എക്സ്റ്റേണാലിറ്റിയിൽ പിഗ്വിൻ ടാക്സ് വരുന്നുണ്ട്. പിന്നെ അതിൽ കോയസ് തിയറം വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പബ്ലിക് റവന്യൂ, ടാക്സേഷൻ, തിയറീസ് ഓഫ് ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് പോളിസീസ്, ഫിസിക്കൽ ഫെഡറൽ ഫിസിക്കൽ പോളിസീസ് റിലേറ്റഡ് കാര്യങ്ങളാണ് അടുത്തൊരു പാർട്ടിൽ വരുന്നത്. സോ ഇത് കുറച്ചുകൂടി പോളിസി ഓറിയന്റഡ് ആണ്.
അതുപോലെ ഗവൺമെന്റിന്റെ കറന്റ് കാര്യങ്ങളെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിലവിലുള്ള അപ്ഡേറ്റുകൾ ഇതിൽ വരാനൊക്കെ സാധ്യതയുണ്ട്. സോ ഫസ്റ്റ് വൺ, ടാക്സ് സ്ട്രക്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ. ഇതിന്റെ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കി വെക്കാം. ചോദിക്കാറുണ്ട് ആ ക്ലാസിഫിക്കേഷന്റെ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ടാക്സിന്റെ ഒക്കെ മീനിങ് ഒക്കെ ഉപകാരപ്പെടും. സോ ഇതിൽ മൂന്ന് രീതിയിലാണ് ഉണ്ടാവുക. ഒന്ന് പ്രോഗ്രസീവ് ടാക്സ് ആണ്. പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോ 1000 രൂപ വരുമാനമുള്ള ആൾ, അയാൾക്ക് 10% ടാക്സ്. ഇനി 5000 രൂപ വരുമാനമുള്ള ആൾ, അയാൾക്ക് 20% ടാക്സ്. ഒരു 30,000 രൂപ വരുമാനമുള്ള ആൾ, അയാൾക്ക് 25% ടാക്സ്. ഇതാണ് പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറയുന്നത്. അത് വരുമാനം കൂടുന്തോറും ടാക്സിന്റെ പെർസെൻറ്റേജ് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറയാം. 1000 വരുമാനമുള്ളവർക്ക് 10%, 5000 വരുമാനമുള്ളവർക്ക് 20%, 30,000 വരുമാനമുള്ളവർക്ക് 25%. ഇപ്പോൾ വരുമാനം കൂടിയപ്പോൾ ടാക്സ് പെർസെൻറ്റേജ് കൂടി, ടാക്സ് എമൗണ്ട് അല്ല, ടാക്സ് പെർസെൻറ്റേജ് കൂടി. ഇതിനാണ് പ്രോഗ്രസീവ്. വരുമാനം കൂട്ടുമ്പോൾ ടാക്സ് പെർസെൻറ്റേജ് കൂടും. സ്വാഭാവികമായിട്ടും ടാക്സ് എമൗണ്ട് കൂടും. ഇങ്ങനെ അല്ലെങ്കിൽ പോലും ടാക്സ് എമൗണ്ട് കൂടും. പക്ഷെ ഇവിടെ ടാക്സ് എമൗണ്ട് കൂടും, ടാക്സ് പെർസെൻറ്റേജും കൂടും. രണ്ടാമത്തെ കാര്യം പ്രൊപ്പോർഷണൽ ടാക്സ് ആണ്. പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് പറയുമ്പോൾ ടാക്സ് റേറ്റ് എല്ലാവർക്കും സെയിം ആയിരിക്കും. അതായത് ഈ കേസിൽ ഇപ്പോൾ എല്ലാവർക്കും 10% ടാക്സ്. 1000 വരുമാനമാണെങ്കിലും 10% ടാക്സ്, 5000 വരുമാനമാണെങ്കിലും 10% ടാക്സ്, 30,000 വരുമാനമാണെങ്കിലും 10% ടാക്സ്. ഇവിടെ ടാക്സിന്റെ പെർസെൻറ്റേജ് മാറ്റില്ല, പക്ഷേ ടാക്സിന്റെ എമൗണ്ടിൽ മാറ്റം ഉണ്ടാവും, കൂടും. 1000 ഉള്ള ആൾക്ക് 100 ആയിരിക്കും, 5000 ഉള്ള ആൾക്ക് 500 ആയിരിക്കും, 30,000 ഉള്ള ആൾക്ക് 3000 ആയിരിക്കും. അപ്പോൾ 100, 500, 3000 ടാക്സ് എമൗണ്ട് കൂടി, ടാക്സിന്റെ പെർസെൻറ്റേജ് മാറിയിട്ടില്ല. അപ്പോൾ ടാക്സ് റേറ്റ് റിമെയിൻ കോൺസ്റ്റന്റ് റിഗാർഡ്ലെസ് ഓഫ് ഇൻകം. ഓക്കെ, ദ റേഷ്യോ ഓഫ് ടാക്സ് പെയ്ഡ് ടു ഇൻകം ഈസ് യൂണിഫോം. എല്ലായിടത്തും 10% തന്നെയായിരിക്കും. ഇതാണ് പ്രൊപ്പോർഷണൽ ടാക്സ്. റിഗ്രസീവ് ടാക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ്. അത് വരുമാനം കുറവാണെങ്കിൽ 30% ടാക്സ്, വരുമാനം കൂടുതലാണെങ്കിൽ 20% ടാക്സ്, 30,000 വരുമാനം ഉണ്ടെങ്കിൽ വെറും 10% ടാക്സ്. ഇങ്ങനെ വരുന്നതാണ് റിഗ്രസീവ് ടാക്സ്. ആക്ച്വലി ഒരു ഡിബേറ്റബിൾ ടോപ്പിക് ആണ്, നമ്മളതിൽ കിടക്കുന്നില്ല. അത് കൂടുതൽ കഷ്ടപ്പെടുന്ന ആളുകൾക്കായിരിക്കുമല്ലോ കൂടുതൽ വരുമാനം
സർ കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ എങ്കിൽ പ്രൊപ്പോർഷണലാണ്. ഓക്കെ ഷിഫ്റ്റിംഗ്. ഓക്കെ ടാക്സ് ഷിഫ്റ്റിംഗ്, എക്കണോമിക് ഇൻസിഡൻസ്. ഓക്കെ ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കാം, നേരത്തെ പറഞ്ഞതൊന്നും കേട്ടില്ല. ഓക്കെ ഇയർഫോൺ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട്, മാറ്റാനായും തോന്നുന്നു. ഓക്കെ സോ ഫോർവേഡ് ഷിഫ്റ്റിംഗ്, ബാക്ക്വേർഡ് ഷിഫ്റ്റിംഗ് ആണ്. ഫോർവേഡ് ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ടാക്സ് അത് കൺസ്യൂമറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് ഫോർവേഡ് ഷിഫ്റ്റിംഗ് എന്ന് പറയാം. ഗവൺമെന്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നു, അത് കൺസ്യൂമറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫോർവേഡ് ഷിഫ്റ്റിംഗ്. ഇനി ഗവൺമെന്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നു, അത് ബാക്ക്വേർഡ്, അതായത് പ്രൊഡ്യൂസേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ ബാക്ക്വേർഡ് ഷിഫ്റ്റിംഗ് എന്ന് പറയും. സോ ടാക്സ് സപ്ലൈസിനെയും അതേപോലെ വർക്കേഴ്സിനെയും പ്രോസസ് പോലെ വേജ്, പിന്നെ റോ ഇൻപുട്ടിന്റെ പ്രൈസ് കുറക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാക്ക്വേർഡ് ഷിഫ്റ്റിംഗ് പറയും. സോ ഇവിടെയാണ് ഇലാസ്റ്റിസിറ്റി റൂൾ വരുന്നത്. ഇലാസ്റ്റിസിറ്റി റൂൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഇലാസ്റ്റിസിറ്റി റൂൾ അതായത് ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി നോക്കുക. അതായത് ഡിമാൻഡിന്റെ ഇലാസ്റ്റിസിറ്റി പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ, ഡിമാൻഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, ഡിമാൻഡ് മാറൂല. ഓക്കെ ദർ ഇസ് നോ ചേഞ്ച് ഫോർ ഡിമാൻഡ്. അങ്ങനെയാണെങ്കിൽ ടാക്സ് കൂടുമ്പോൾ അക്കോർഡിംഗ് ടു ഇലാസ്റ്റിസിറ്റി റൂൾ ആ ടാക്സ് ബേർഡൻ കമ്മിങ് ടു ദ കൺസ്യൂമർ, ആ ടാക്സ് ബേർഡൻ 100% ഓഫ് ദ ടാക്സ് ബേർഡൻ ഈസ് ഷിഫ്റ്റഡ് ഫോർവേഡ് ടു ദ കൺസ്യൂമർ. ഫോർവേഡ് ഷിഫ്റ്റിംഗ് സംഭവിക്കും, കൺസ്യൂമറിലേക്ക് വരും. സോ ദ പ്രൈസ് റൈസസ് ബൈ എക്സാക്ട് എമൗണ്ട് ഓഫ് ടാക്സ്. ഇത് എത്ര ടാക്സ് കൂടിയാലും പ്രൈസ് കൂടിയാലും അതിന്റെ ഡിമാൻഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സോൾട്ട്, ഉപ്പ് എന്തായാലും എത്ര വില കൂടിയാലും അത് മാറ്റം ഉണ്ടാവില്ല, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ അതിന്റെ 100% ഓഫ് ദ ടാക്സ് ബർഡൻ ഈസ് ഷിഫ്റ്റഡ് ഫോർവേഡ് ടു ദ കൺസ്യൂമർ. ഓക്കെ ഇനി സപ്ലൈ സൈഡ് നോക്കുകയാണെങ്കിൽ, സപ്ലൈ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ എത്ര പ്രൈസിൽ മാറ്റം വന്നാലും സപ്ലൈ ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ, അവർക്ക് സപ്ലൈ കുറക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ടാക്സ് ബേർഡൻ ഫോൾസ് ഓൺ ദ പ്രൊഡ്യൂസർ. ആ പ്രൊഡ്യൂസറിലേക്ക് പോകുന്നതാണ്. ബാക്ക്വേർഡ് ഷിഫ്റ്റിംഗ് ആണ് സംഭവിക്കുക, ബിക്കോസ് ദേ കനോട്ട് അഡ്ജസ്റ്റ് സപ്ലൈ. സോ ദ ടാക്സ് ബേർഡൻ വിൽ ഗോ ബാക്ക് ടു ദ പ്രൊഡ്യൂസർ. ദാറ്റ് ഇസ് ഹാപ്പനിങ് ദർ. ഓക്കെ സോ ഇത് മനസ്സിലാക്കി വെക്കുക. സോ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ടാക്സ് ബേർഡൻ ഫോർവേഡിംഗ് ആണോ ബാക്ക്വേർഡ് ഷിഫ്റ്റിംഗ് ആണോ സംഭവിക്കുക എന്നുള്ളത്. അതേപോലെ ഡെറ്റ് വെയിറ്റ് ലോസ് നമുക്ക് അറിയുന്നതാണ്. ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലോസ്, ആ ലോസ് പ്രൊഡ്യൂസറിനും കിട്ടുന്നില്ല, അതേപോലെ ഗവൺമെന്റിനും കിട്ടുന്നില്ല. കാരണം ടാക്സ് ഇമ്പോസ് ചെയ്യുന്നു, പ്രൈസ് കൂടുന്നു, അപ്പോ അവിടുത്തെ ഡിമാൻഡിൽ കുറവ് സംഭവിക്കുന്നു, പക്ഷേ പ്രൈസ് കൂടുതലാണ്, അപ്പൊ സപ്ലൈയിലും കുറവ് സംഭവിക്കുന്നു. ഇങ്ങനെ ആർക്കും ലഭിക്കാതെ പോകുന്ന ഒരു റവന്യൂ ആണ് ഡെറ്റ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ ഇത് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. രാംസി റൂൾ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പറയുന്നത് ഒന്നിന്റെ ഇലാസ്റ്റിസിറ്റി കൂടുതലാണെങ്കിൽ അവിടുത്തെ ടാക്സ് റേറ്റ് കുറവായിരിക്കണം, ഇലാസ്റ്റിസിറ്റി കുറവാണെങ്കിൽ ടാക്സ് റേറ്റ് കൂട്ടണം എന്നുള്ളതാണ്. അതായത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെങ്കിൽ ടാക്സ് പാടില്ല, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ ടാക്സ് മാക്സിമം ഇടാം. ഇപ്പൊ സോൾട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്, പ്രൈസ് മാറുമ്പോൾ ഡിമാൻഡ് മാറൂല, അപ്പൊ അതിൽ എത്ര ടാക്സ് ഇട്ടാലും കുഴപ്പമില്ല, ആൾക്കാർ വാങ്ങിക്കോളും. ഓക്കെ എന്നുള്ളതാണ് തിയറി പറയുന്നത്. സോ ടു റൈസ് ടാക്സ് റവന്യൂ, മിനിമൈസിംഗ് ദ സോഷ്യൽ
weight loss across an economy, tax rate should be structured inversely to the elasticity of demand. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ ഹയർ ടാക്സ് പറ്റും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ലാഫർ കർവ് നമുക്ക് അറിയുന്നതാണ്, നോൺ ലീനിയർ ആണ്. ഇനീഷ്യലി ടാക്സ് റവന്യൂ കൂടുതലായിരിക്കും, ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം ടാക്സ് റവന്യൂ കുറയും. അതുകൊണ്ട് ടാക്സ് റേറ്റ് ആ ഒരു പോയിന്റ് മാക്സിമം റവന്യൂ കിട്ടുന്ന പോയിന്റിൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ടാക്സ് റേറ്റ് കുറവാണെങ്കിൽ റവന്യൂ കുറയും, ഒരു പോയിന്റ് എത്തുമ്പോൾ റവന്യൂ മാക്സിമൈസ് ചെയ്യും, പിന്നീട് ടാക്സ് കൂട്ടുമ്പോൾ റവന്യൂ കുറയും എന്നുള്ളതാണ്. ജി എസ് ടിയെ പറ്റി ഓർമ്മിച്ച് വെക്കുക, ഇങ്ങനെയുള്ള റീസെന്റ് ഡെവലപ്മെന്റുകൾ. GST 2016 അമെന്റ്മെന്റ് ആക്ട് വരുന്നത്, 101ാമത്തെ അമെന്റ്മെന്റ് ആക്ട് ആണ്. 2017 ജൂലൈ 1 അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഡുവൽ GST ആണ്, സ്റ്റേറ്റ് GST, സെൻട്രൽ GST ഉണ്ട്. അതേപോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മെക്കാനിസം വന്നിട്ടുണ്ട്, അതായത് ഡബിൾ ടാക്സ് പേയ്മെന്റ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഓക്കെ, അതേപോലെ വാഗ്നസ് ലോ ഓഫ് ഇൻക്രീസിംഗ് സ്റ്റേറ്റ് ആക്ടിവിറ്റി. ഇതിൽ പറയുന്നത് ഒരു സ്റ്റേറ്റിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ഗവൺമെന്റ് സ്പെൻഡിങ് കൂടും എന്നുള്ളതാണ്. അത് സ്റ്റേറ്റ് വളരുമ്പോൾ, സ്റ്റേറ്റിൽ GDP കൂടുമ്പോൾ അതിനേക്കാളും വേഗത്തിൽ ഗവൺമെന്റിന്റെ പബ്ലിക് സ്പെൻഡിങ് കൂടും എന്നുള്ളതാണ് വാഗ്നസ് ലോ ഓഫ് ഇൻക്രീസിംഗ് ആക്ടിവിറ്റി പറയുന്നത്. അതിന് രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻസ് കൂടും. കുറേ വലിയ ഗവൺമെന്റ് ആകുമ്പോൾ, വലിയ എക്കോണമി ആകുമ്പോൾ കുറെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ വേണ്ടി വരും, ലീഗൽ ഫ്രെയിംവർക്ക് വേണ്ടി വരും, റെഗുലേറ്ററി സെറ്റപ്പുകൾ വേണ്ടി വരും, കൂടുതൽ എംപ്ലോയീസ് വേണ്ടി വരും, കൂടുതൽ സംവിധാനങ്ങൾ വേണ്ടി വരും, പബ്ലിക് സ്പെൻഡിങ് കൂടും. രണ്ടാമത്തെ കാര്യം വെൽഫെയർ ആൻഡ് കൾച്ചറൽ നീഡ്. എക്കോണമി ഗ്രോ ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മുടെ റീസെന്റ് കാര്യത്തെ പറ്റി പറഞ്ഞല്ലോ, അത് ഒരു നാട്ടില് ഓൾഡ് ഏജ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് ഉയർന്ന സോഷ്യൽ ഇതിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ ഗവൺമെന്റ് ഇപ്പൊ അവകാശപ്പെടുന്നുണ്ട്. അപ്പോ അതായത് എക്കോണമി ഗ്രോ ചെയ്യുമ്പോൾ വെൽഫെയർ നീഡ് കൂടും. കാരണം ഒരു എന്താ പറയാ, ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു എക്കോണമിയിൽ എല്ലാവർക്കും മിനിമം കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ എന്നുള്ള ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമായിട്ട് മാറും. സോ വെൽഫെയർ കൂടും, കൾച്ചറൽ നീഡ് കൂടും. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാരണം. അപ്പോൾ ഗവൺമെന്റിന്റെ GDP കൂടുന്നതിനേക്കാളും സ്പീഡിൽ എന്ത് കൂടും, പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടും എന്നുള്ളതാണ് വാഗ്നസ് തിയറി പറയുന്നത്. പീക്കോക്ക് വെയ്സ്മാൻ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല സംഭവിക്കുന്നത്, മറിച്ച് ഒരു ഷോക്ക് ഉണ്ടാകുമ്പോൾ എക്സ്പെൻഡിച്ചർ കൂടും എന്നാണ് പറയുന്നത്. 3 എഫക്ട് പറയുന്നുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എഫക്ട്, പെട്ടെന്നൊരു ക്രൈസിസ് ഉണ്ടാകുന്നു, പബ്ലിക് സ്പെൻഡിങ് കൂടുന്നു, പഴയ ലെവലിൽ നിന്ന് പുതിയ ലെവലിലേക്ക് കൂടുന്നു. ഇൻസ്പെക്ഷൻ എഫക്ട്, അതായത് ഗവൺമെന്റും ആളുകളും ജനങ്ങളും കൂടിയിട്ട് സ്ട്രക്ചറൽ ഇഷ്യൂസിനെ പറ്റി നോക്കുന്നു, അവരെന്ത് ചെയ്യുന്നു, ടാക്സ് കൂട്ടുന്നു, വരുമാനം കൂട്ടുന്നു. ആ ഒരു സ്റ്റെപ്പ്. കോൺസെൻട്രേഷൻ എഫക്ട് ഉണ്ടാവുന്നു. ഇതിന്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവുന്നു. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഓൾ ദീസ് തിങ്സ് ഗോസ് ടു സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ലോക്കൽ അതോറിറ്റീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോ വാഗ്നസ് എഫക്ട് അല്ല സംഭവിക്കുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നതാണ് പീകോക്ക് വെയ്സ്മാൻ ഹൈപ്പോത്തിസിസ്. ഓക്കെ, PYQs നോക്കാം. ഓക്കെ, ആൻസർ എന്താ? സപ്ലൈ ഇലാസ്റ്റിക് ആണ്. ഓക്കെ, ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇലാസ്റ്റിക് ആകുമ്പോൾ അവർക്ക് ബാർഗനിങ് പവർ ഉണ്ടാവും, ഇൻഇലാസ്റ്റിക് ആകുമ്പോൾ ബാർഗനിങ് പവർ ഉണ്ടാവില്ല. ഓക്കെ, സോ ഇവിടെ സപ്ലൈ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, അവർക്ക് ബാർഗനിങ് പവർ ഉണ്ടാവില്ല. ഓക്കെ, സോറി, ഇലാസ്റ്റിക് ആകുമ്പോൾ ബാർഗനിങ് പവർ ഉണ്ടാവും, കാരണം അവർക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇൻഇലാസ്റ്റിക് ആകുമ്പോൾ ബാർഗനിങ് പവർ ഉണ്ടാവില്ല, കാരണം അവർക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതാണ് അതിന്റെ ലോജിക് കേട്ടോ. ഓക്കെ, സോ ഇവിടെ എന്തായിരിക്കും ആൻസർ വരിക? സപ്ലൈ ഇലാസ്റ്റിക് ആണ്, അപ്പൊ സപ്ലൈ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും, അപ്പൊ അവർക്ക് ബാർഗനിങ് പവർ കൂടുതലാണ്, കാരണം അവർക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇൻഇലാസ്റ്റിക് ആകുമ്പോൾ ബാർഗനിങ് പവർ ഉണ്ടാവില്ല, കാരണം ഇൻഇലാസ്റ്റിക് ആണ്, അവർക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോ വാട്ട് എവർ ദ പ്രൈസ്, വാട്ട് എവർ ദ ടാക്സ് ദേ ഹാവ് ടു സപ്ലൈ ഇൻഇലാസ്റ്റിക് ആകുമ്പോൾ. ബട്ട് ഇലാസ്റ്റിക് ആകുമ്പോൾ ദേ ക്യാൻ അഡ്ജസ്റ്റ്, സോ ദേ ഹാവ് ദ ബാർഗനിങ് പവർ. സോ സപ്ലൈ ഇൻഇലാസ്റ്റിക് ആകുമ്പോൾ ദേ ഹാവ് ദ ബാർഗനിങ് പവർ. ദാറ്റ് മീൻസ് സെല്ലേഴ്സിനാണ് ഇവിടെ കൂടുതൽ എഡ്ജ് ഉണ്ടാകുന്നത്. സോ ടാക്സ് ആര് ബിയർ ചെയ്യേണ്ടി വരും? ബയേഴ്സ് ബിയർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. എൻറ്റയർലി ഓൺ ദ ബയേഴ്സ്, കാരണം സപ്ലൈ ഇസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്.
ഓക്കെ, സോ എന്തെങ്കിലും എന്ത് ബയേഴ്സ് ആണ് ഇവിടെ വരിക, കാരണം സപ്ലൈസിന് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, അവർക്ക് ബാർഗൈനിങ് പവർ ഉണ്ട്. Wagner's law of increasing state activity postulates that a nation's per capita income increases. ഒരു നാട്ടിൽ per capita income increase ആകുമ്പോൾ എന്ത് സംഭവിക്കും? Wagner's law of increasing state activity. ഓപ്ഷൻ ബി ആണ് അല്ലേ? യെസ്, പബ്ലിക് എക്സ്പെൻഡിച്ചറും ഇൻക്രീസ് ആവും എന്നുള്ളതാണ്. രാംസി റൂൾ ഓഫ് ഒപ്റ്റിമൽ കമ്മോഡിറ്റി ടാക്സേഷൻ. ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ, അതായത് ഇലാസ്റ്റിസിറ്റി കൂടുതലാണെങ്കിൽ ടാക്സ് കുറവായിരിക്കണം, ഇലാസ്റ്റിസിറ്റി കുറവാണെങ്കിൽ ടാക്സ് കൂടുതലായിരിക്കണം. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഓപ്ഷൻ ബി. FRBM ആക്ട് ഉൾപ്പെടുത്താൻ സമയം കിട്ടിയില്ല. സോ FRBM ആക്ട് പറയുന്നത് തോന്നിയ പോലെ ചെലവഴിക്കാൻ കഴിയില്ല, അതാണ് ഇതിന്റെ ബേസിക്. ഗവൺമെന്റിന് തോന്നിയ പോലെ ചെലവഴിക്കാൻ കഴിയില്ല. സോ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ബഡ്ജറ്റ് മാനേജ്മെന്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്ര ആയിരിക്കണം എന്നുള്ളത് നിയമത്തിൽ പറയും. ആ ഡെഫിസിറ്റിൽ ഗവൺമെന്റ് കൊണ്ടുവെക്കണം, അതിലപ്പുറത്തേക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഒക്കെ കൂട്ടി ഭയങ്കരമായിട്ട് ചെലവാക്കാൻ കഴിയില്ല. അപ്പോ ഒരു ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി, അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇത്രയായിരിക്കണം എന്ന് ഫിക്സ് ചെയ്യുക, അതുപോലെയുള്ള ബാക്കിയുള്ള ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കാര്യങ്ങൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി FRBM ആക്ടിന്റെ ഒരു ഒബ്ജക്റ്റീവ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ഫിസ്ക്കൽ പ്രുഡൻസ് ബൈ റെഡ്യൂസിംഗ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടു എ സസ്റ്റൈനബിൾ ടാർഗറ്റ്. അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റിന് ഒരു ടാർഗറ്റ് കൊടുക്കും, ആ ടാർഗറ്റിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് FRBM ആക്ടിന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ്. ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ പറയുന്നതാണ് ഇവിടെ പീകോക്ക്-വെയ്സ്മാൻ ഹൈപ്പോത്തിസിസ്. ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് അതായത് നിലവിലുള്ള വരുമാനം, നിലവിലുള്ള ചെലവ് എന്ന് മാറിയിട്ട് ഒരു പുതിയ ലെവലിലേക്ക് പോവാണ്. ഓക്കെ, പുതിയ ഒരു വരുമാനം പുതിയ ചെലവ് എന്ന രീതിയിലേക്ക് പോവാണ്. മൂവ്മെന്റ് ഓഫ് പബ്ലിക് സ്പെൻഡിംഗ് ആൻഡ് ടാക്സേഷൻ ഫ്രം ഓൾഡർ ലെവൽ ടു ന്യൂ ലെവൽ. ഓപ്ഷൻ ബി അഗൈൻ. I think the last one. ഇത് മനസ്സിലാക്കി വെക്കണം. ഇത് ചോദിക്കാനോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിൽ വരാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബി ഓക്കെ, ഒന്ന് പറയാം. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്. റവന്യൂ മാത്രം. ഓക്കെ, റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്. ഓക്കെ, ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വരുമാനം മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എക്സ്ക്ലൂഡിങ് ഡെപ്റ്റ് ബോറോയിങ്സ് എന്നുള്ളതാണ്. അതായത് ആകെയുള്ള വരുമാനത്തിൽ നിന്ന് ആകെയുള്ള ചെലവ് കുറക്കുക, പക്ഷെ ആ ചെലവിൽ എന്ത് വരാൻ പാടില്ല? ബോറോയിങ്സ് വരാൻ പാടില്ല. അതാണ് ഫിസ്ക്കൽ. ഓക്കെ, ഇത് വേറെ രീതിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ്, തിരിച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ എക്സ്ക്ലൂഡിങ് ബോറോവിങ് എന്നുള്ളത് ഒരേ രീതി പറഞ്ഞാണ്. റവന്യൂ റെസിപ്റ്റ് ഉൾപ്പെടും ടോട്ടൽ റവന്യൂല്, പ്ലസ് ക്യാപിറ്റൽ റെസിപ്റ്റ് ഉൾപ്പെടും. പക്ഷെ അതിൽ എന്ത് വിടില്ല? നോൺ ഡെപ്റ്റ് ബോറോയിങ്സ് വിടില്ല. നോൺ ഡെപ്റ്റ് കടം വാങ്ങിയ ക്യാപിറ്റൽ റെസിപ്റ്റ് വിടില്ല. അതല്ലാത്ത റവന്യൂ റെസിപ്റ്റും ക്യാപിറ്റൽ റെസിപ്റ്റും കൂട്ടിയിട്ടുള്ളത്. അതായത് ടോട്ടൽ റവന്യൂ ആണ് ഇത് രണ്ടും കൂടുമ്പോൾ സംഭവിക്കുക. പക്ഷെ ഏത് വിടില്ല? നോൺ ഡെപ്റ്റ് ആണ്. അത് ഡെപ്റ്റ് ബോറോയിങ് വിടില്ല. അപ്പം ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ എക്സ്ക്ലൂഡിങ് ബോറോയിങ്സ്, ഇതാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. പിന്നെ വരുന്നതാണ് പ്രൈമറി എന്ന് പറയുമ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കുറക്കുന്നതാണ് പ്രൈമറി. ഫിസ്ക്കൽ ഡെഫിസിറ്റ് നിന്ന് ഇൻട്രസ്റ്റ് കുറക്കുന്നതാണ് പ്രൈമറി. ഓക്കെ,
എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് മൈനസ് ഗ്രാൻഡ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്, ഇതാണ് ഇതിന്റെ ഓർഡർ വരിക. സോ A3, അപ്പൊ തന്നെ ഇവിടെയും വെട്ടാം. B1, ഓപ്ഷൻ എ ആണ് ആൻസർ. C2, D4, ഇങ്ങനെ തന്നെയല്ലേ ഉള്ളത്? യെസ്. ഓക്കെ, സോ ഇത്രയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. DPT ഷെയർ ചെയ്യാം. യെസ്, ഗ്രൂപ്പിൽ ഇടാം. ഇത് ഒരിക്കലും പബ്ലിക് എക്കണോമിക്സിന്റെ കംപ്ലീറ്റ് അല്ല. നമുക്ക് 1 അവറിൽ പറ്റുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ അസഷൻ ടൈപ്പ് ചോദ്യങ്ങൾ വരും, മാച്ച് ദ ഫോളോയിങ് വരും, അതുപോലെ പ്രസന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പൊ ഫിനാൻസ് കമ്മീഷന്റെ കാര്യങ്ങൾ, അതുപോലെ അതിന്റെ വെയിറ്റേജ് ഉണ്ട്, ഹൊറിസോണ്ടൽ വെയിറ്റേജ്, ആ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അതൊക്കെ നോക്കണം. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, സോ വോയിസിന്റെ ഗ്ലിച്ചിന് ക്ഷമ ചോദിക്കുകയാണ്, ഇയർഫോൺ മാറ്റാനായി. ഓക്കെ, എന്തായാലും ഇത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.